ഒന്നേകാൽ വ്യാഴവട്ടമായി ഇവിടെ നടന്നു വരുന്ന ഈ ഭാഗവത തത്വ സമീക്ഷാ സത്രത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി പങ്കെടുക്കാൻ സാധിച്ചതിൻ്റെ സുകൃതം ഭഗവാന്റെ അനുഗ്രഹമായി ഞാൻ കാണുന്നു. ആർഷ ഭാരത പാരമ്പര്യത്തിൻ്റെ എല്ലാ ജ്ഞാനവും സാങ്കേതിക ജ്ഞാനവും നമ്മുടെ പൗരാണിക ഗ്രന്ഥങ്ങളിൽ സമ്മേളിച്ചിട്ടുണ്ട്. ആ അറിവുകളുടെ മുത്തും പവിഴവും ഈ സത്രവേദിയിലെ ഭക്തന്മാർക്ക് ഉൾക്കൊള്ളാനാവുന്ന രീതിയിൽ ഇത്ര വികസിതമായ വിശാലമായ ഒരു തത്വസമീക്ഷാ സത്രം നടത്താൻ സാധിക്കുന്ന ഇതിൻ്റെ സംഘാടകർക്ക് ഈശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വർഷങ്ങളായി ഇവിടെ വരുന്ന സ്ഥിരാംഗങ്ങളാണ് നിങ്ങളിൽ പലരും എന്നെനിക്കറിയാം. സാധാരണയിൽ നിന്നൊരിത്തിരി വ്യത്യസ്തമായി എനിക്ക് ഇന്ന് ഇവിടെ കിട്ടിയ വിഷയം ഭാഗവതത്തിൻ്റെ ഉള്ളിലെ അധ്യായങ്ങളെ അധികരിച്ചു കൊണ്ടല്ല, മറിച്ച് പരമമായ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മുദ്രാവാക്യത്തെക്കുറിച്ചാണ്. ഒരുപക്ഷെ ഭാരതം ലോകത്തിന് സംഭാവന ചെയ്ത അമൂല്യമായ വാക്കുകളുടെ സഞ്ചയത്തിൽ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട, നമ്മളോട് തന്നെ പറയേണ്ട ഒരു വാചകമാണ് യഥാർത്ഥത്തിൽ എൻ്റെ വിഷയമായി തന്നിട്ടുള്ളത്. തമസോമ ജ്യോതിർഗമയ വിഷയം കിട്ടിയപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത്, കഴിഞ്ഞ വർഷം ഇതേ വേദിയിൽ സംസാരിച്ചു കഴിഞ്ഞ് ഈ വർഷം ഇതേ വേദിയിലേക്ക് തിരിച്ചു വരുന്ന ഈ 365 ദിവസക്കാലം കൊണ്ട് ഞാൻ എന്താണ് പഠിച്ചത് എന്നാണ്. അവിടെ എനിക്ക് ഭാരതീയൻ വില കൽപ്പിച്ച പൂജ്യത്തെ വിലയില്ലാതെ ഇടേണ്ടി വന്നു എന്നതാണ് സത്യം. അതുകൊണ്ട് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഇനിയുള്ള നാളുകളിലെങ്കിലും തമസോമ ജ്യോതിർഗമയ, അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് എത്താൻ മടിയും ആലസ്യവും കളയാൻ എനിക്ക് എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ വരേണ്ടി വന്നപ്പോൾ സത്യത്തിൽ ഇവിടെ വരാനുള്ള അർഹതയെപ്പോലും ഞാൻ സംശയിക്കുകയായിരുന്നു. ഭരതം മുറുകെ പിടിച്ച വാക്കുകളിൽ നിന്നാണ് തമസോമ വരുന്നത്. സത്യം പരം ധീമഹി എന്ന് എഴുതി വയ്ക്കുക മാത്രമല്ല, മനസ്സിലും എഴുതി പിടിപ്പിച്ചുകൊണ്ട് അതിൻ്റെ വർണ്ണവൈവിധ്യങ്ങളെ സാധാരണക്കാരൻ്റെ ഉള്ളകങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ പ്രഭാഷണ പരമ്പരകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സത്യത്തെ നമുക്ക് സാധ്യമാക്കി തീർത്ത സത്യദ്രഷ്ടാക്കൾ 1000 വർഷങ്ങൾക്ക് മുൻപ് നമ്മളെ ഓർമ്മിപ്പിച്ച വാക്കുകളിൽ നിന്നാണ്, വാക്കുകളുടെ സരണിയിൽ നിന്നാണ് ഈ വാക്കുകളും കടന്നു വരുന്നത്. ഋഗ്വേദത്തിൻ്റെ നിറവിൽ നിന്ന് മനുഷ്യനിലേക്ക് കിനിഞ്ഞു വന്ന പാല്, ആ പാലിൻ്റെ രസമായിട്ടാണ് അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതം ഗമയ എന്ന പദാവലികൾ രൂപം കൊള്ളുന്നത്. അസത്ത് ഇല്ലായ്മയാണെങ്കിൽ ആ ഇല്ലായ്മയെ ഉണ്ട് എന്ന അവസ്ഥയിലേക്ക് മാറ്റിവെക്കാനാണ് അസതോമ സദ്ഗമയ നമ്മളോട് പറഞ്ഞത്. അനിത്യമായതിൽ നിന്ന്, മായയിൽ നിന്ന്, നമുക്ക് തോന്നുന്ന പരമാർത്ഥത്തിൽ നിന്ന്, യഥാർത്ഥത്തിൽ നിന്ന് പരമാർത്ഥത്തിലേക്ക്, നിത്യതയിലേക്ക് കടന്നിരിക്കാൻ മനുഷ്യന്റെ മനസ്സിന് പ്രേരണയും ചോദനയും നൽകുന്ന ഒന്നാം വാക്യം. അടുത്ത വരിയിലാണ് തമസോമ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. വെളിച്ചമേ നയിച്ചാലും ഇരുട്ട് അറിവില്ലായ്മയാണ്. കണ്ണ് കാണാൻ കഴിയാത്ത അവസ്ഥയാണ്. കണ്ണുണ്ടായാൽ പോരാ, കാണണം. ആ കാണണമെങ്കിൽ കണ്ണു തുറന്ന് കാര്യങ്ങളെ കാണാനും കണ്ട് പഠിക്കാനും കണ്ട് ഉൾക്കൊള്ളാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കണം. അങ്ങനെ
അജ്ഞതയുടെ തിമിരാന്ധകാരത്തിൽ നിന്ന് അറിവിന്റെ വെട്ടത്തിലേക്കുള്ള ഒരു പ്രയാണമാണ് തമസോമാ ജ്യോതിർഗമയ നമ്മളോട് പറയുന്നത്. മൃത്യു നാശമാണെങ്കിൽ നാശമില്ലാത്ത അമരത്വത്തിലേക്ക് കടക്കാനാണ് മൂന്നാം പാദം നമ്മളോട് പറയുന്നത്. ഋഗ്വേദത്തിലൂടെ വന്ന് ബൃഹദാരണ്യകോപനിഷത്ത് അടക്കം പ്രതിനിധാനം ചെയ്ത സാമവേദത്തിൽ പോലും ഉദ്ഘോഷിക്കപ്പെട്ട ഈ വാക്കുകളിൽ നിന്ന് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ജീവിക്കുന്ന വർത്തമാനകാലത്തിൽ ഇവയുടെ പ്രസക്തി എന്താണ്. പണ്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പാട്ട് പാടിയത് കൊണ്ടായില്ല. ആ പറഞ്ഞത് പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് മനസ്സിലാക്കാനും മനസ്സിലാക്കി കൊടുക്കാനും കഴിയുമ്പോഴേ ആ പഴഞ്ചൊല്ലിന്റെ ഭംഗിയും ആ പഴഞ്ചൊല്ലിന്റെ പ്രസക്തിയും മനുഷ്യ മനസ്സുകളിലേക്ക് എത്തിപ്പെടുന്നുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ജീവനിൽ നിന്ന് പരമാത്മാവിലേക്കുള്ള വഴി കാണിച്ചു തരുന്ന ഈ വാക്യങ്ങൾ സാധാരണ മനുഷ്യ ജീവിതത്തെ ഈശ്വരീയമാക്കിക്കൊണ്ട് എങ്ങനെ പ്രകാശത്തിന്റെ ശാദ്വലത്തിലേക്ക് മനുഷ്യനെയും മനുഷ്യന്റെ മനസ്സിനെയും മനുഷ്യന്റെ മനീഷയെയും എത്തിക്കാം എന്ന് ചിന്തിക്കുകയാണ്. മനുഷ്യനെ മാത്രമല്ല, വ്യക്തിയെ മാത്രമല്ല, ഒരു സമൂഹത്തെ, അതിലും ഉപരി ഒരു രാഷ്ട്രത്തെ സചേതനമായ ആർഷപാരമ്പര്യത്തിന്റെ നിറവിലേക്ക് ഉയർത്തിക്കൊണ്ട് ഈശ്വരന്റെ ആ വെട്ടത്തെ രാഷ്ട്രത്തിന്റെ മനസ്സിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് അതിന്റെ സംസ്കാരത്തെ സനാതനമാക്കാനുള്ള ഒരു പ്രക്രിയ കൂടി നമ്മൾ അവിടെ കാണുകയാണ്. ലീഡ് മീ ടു എൻലൈറ്റൻമെന്റ് ഫ്രം ഇഗ്നറൻസ് ക്രിയേറ്റഡ് ബൈ ആക്ഷൻ, തോട്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. നമ്മുടെ ചെയ്തികൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ മനസ്സിലാക്കലുകൾ, ഇതിലൊക്കെ അടങ്ങിയ പാഴ് സ്വഭാവത്തിലൂടെ നാം അനുഭവിക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന അറിവുകേടിനെ അറിവാക്കി മാറ്റാൻ, അറിവിന്റെ പ്രകാശമാക്കി മാറ്റാനുള്ള, അറിവിന്റെ സൂര്യമണ്ഡലമാക്കി മാറ്റാനുള്ള ഒരു പ്രക്രിയയാണ് വൈദിക കാലഘട്ടം മുതൽ ഈ വാക്കുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അറിവ് അനുഭൂതിയാണ്, വെളിച്ചമാണ്. അറിവ് ആത്യന്തികമായ മികവാണ്. അറിവ് സുന്ദരമാണ്. കാരണം അറിവ് എന്നെന്നും നിലനിൽക്കുന്നു, അത് സത്യമാണ്. ഭാരതം എന്ന വാക്കിന്റെ പദത്തിന്റെ അർത്ഥം എടുത്തു നോക്കിയാലും അറിവിന്റെ പ്രകാശത്തിൽ അഭിരമിക്കുന്നത് എന്നർത്ഥമാണ് നമ്മൾ അവിടെ കണ്ടെത്തുന്നത്. ആ അറിവിന്റെ പ്രകാശത്തിലേക്ക് കടക്കേണ്ട നമ്മൾ സാധാരണ ജീവിക്കുന്ന ലൗകിക ജീവിതം എങ്ങനെയാണ്? ഒരുപക്ഷെ സുഗതകുമാരിയുടെ വരി കടമെടുക്കുകയാണെങ്കിൽ, ഒരു താരകയെ കാണുമ്പോഴത് രാവു മറക്കും, പുതുമഴ കാണിക്കെ വരൾച്ച മറക്കും, ഒരു പാൽച്ചിരി കണ്ടത് മൃതിയെ മറന്നു സുഖിച്ചേ പോകും പാവം മാനവഹൃദയം. ഉപരിപ്ലവമായതിനെ കണ്ട് അത് ശരി എന്ന് വിശ്വസിക്കുന്ന ഒരു സാധാരണ മനസ്സ് സാധാരണക്കാരന്റെ സമ്പാദ്യമാണെങ്കിൽ, ആ സാധാരണക്കാരനെ അസാധാരണനാക്കാൻ, അവന് ഈശ്വരീയതയിലൂടെ അറിവിന്റെ പുതു നവമുകുളങ്ങൾ വിടർത്താൻ എന്ത് ചെയ്യണം? ഇതാണ് നമ്മുടെ ആചാര്യന്മാര് നമ്മളോട് ചോദിച്ചത്. ഭൗതിക ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ ലൗകികതയുടെ രുചി അറിയുക. ആ രുചി അറിഞ്ഞുകൊണ്ട് ആ അനുഭവങ്ങൾ പഠിച്ചറിഞ്ഞ് ചികഞ്ഞെടുത്ത് വകഞ്ഞു മാറ്റി നേരെ മുന്നോട്ട് ആത്മീയതയിലേക്ക്, ആധ്യാത്മികതയിലേക്ക്. ഇതായിരിക്കണം മനുഷ്യന്റെ യാത്ര. ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷെ ഇത് മനസ്സിലാക്കാൻ വിഷമമാണ്. അതിനേക്കാൾ വിഷമമാണ് മനസ്സിലാക്കിയാലും പ്രായോഗികമാക്കാനായിട്ട്. യഥാർത്ഥത്തിൽ മനുഷ്യനും ദൈവവും തമ്മിൽ എന്താ ബന്ധം? രണ്ടും ഒന്നാണ്. അതുകൊണ്ടാണ് നരനും നാരായണനും എപ്പോഴും ഒപ്പമുണ്ടെന്ന് പറയുന്നത്. പക്ഷെ നരൻ നാരായണനെ മനസ്സിലാക്കുന്നില്ല എന്നതാണ് സാധാരണ കണ്ടുവരുന്ന വിഷമം. മനുഷ്യൻ സ്വയം മനസ്സിലാക്കാത്തത് കൊണ്ട് മനുഷ്യൻ തൻ്റെ ഉള്ളിലെ ഈശ്വരനെ മനസ്സിലാക്കുന്നില്ല. പൂന്താനം കുറെ കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കിയില്ലേ? ആറ്റുനോറ്റുണ്ടായ ഉണ്ണി നഷ്ടപ്പെട്ട പുത്രദുഃഖം. ആ പുത്രദുഃഖം ഉണ്ടാക്കിയെടുത്ത ശൂന്യതയിലേക്ക് ഈശ്വര സ്മരണയെയും ഭക്തിയെയും കടത്തി വെച്ചപ്പോഴാണ് ഇല്ല എന്ന അവസ്ഥ ഉണ്ട് എന്ന അവസ്ഥയാക്കി മാറ്റിയെടുക്കാൻ ഭക്തകവിയായ പൂന്താനത്തിന് കഴിഞ്ഞത്. അർജുനൻ ശ്രീകൃഷ്ണന്റെ
എല്ലായ്പ്പോഴും ശ്രീകൃഷ്ണന്റെ കൂടെ, അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ എല്ലായ്പ്പോഴും അർജുനന്റെ കൂടെ ഉണ്ടായിട്ടും നരനാരായണന്മാരായി അവരറിയപ്പെട്ടിട്ട് പോലും ശ്രീകൃഷ്ണനും അർജുനനും കൃഷ്ണനെ അറിയാത്തൊരു സാഹചര്യം ഉണ്ടായി. സന്താനഗോപാലത്തിന്റെ കഥയിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം, എപ്പോഴും കൂടെയുള്ള സൗഹൃദ ഭക്തിയിലൂടെ താൻ എല്ലായ്പ്പോഴും തൻ്റെതാക്കി മാറ്റിയ ശ്രീകൃഷ്ണനെ ഒരു ബ്രാഹ്മണന്റെ പരാതിയുടെ മുന്നിൽ അഹങ്കാരം മൂത്ത അർജുനൻ മറക്കുകയാണ്. അങ്ങനെയാണ് ആ ബ്രാഹ്മണന്റെ കുട്ടികളെ രക്ഷിക്കാൻ, ബ്രാഹ്മണന്റെ ഭാര്യയുടെ ഗർഭത്തെ രക്ഷിക്കാനുള്ള ഒരു തീരുമാനം അർജുനൻ ഏറ്റെടുക്കുന്നത് ശ്രീകൃഷ്ണനോട് ചോദിക്കാതെ. പക്ഷെ അവിടെ ശ്രീകൃഷ്ണനെ നിരാകരിച്ച അർജുനൻ, ശ്രീകൃഷ്ണൻ എന്നോടൊപ്പം ഉണ്ട് എന്ന് സൗകര്യപൂർവം മറന്ന അർജുനൻ അവിടെ തൻ്റെ ദൗത്യം ദയനീയമായി പരാജയപ്പെട്ടത് കണ്ടപ്പോൾ ആളിക്കത്തുന്ന ചിതയിലേക്ക് ചാടാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു റിയലൈസേഷൻ, ഒരു വെളിപാടുണ്ടാകുന്നത്. അവസാനമായിട്ട് എന്തായാലും ഈശ്വര സ്മരണ അജാപിളനും ചെയ്തതാണ്. അവസാനം എപ്പോഴും നാരായണ. ആ നാരായണ സ്മരണയുണ്ടായപ്പോഴാണ് പരമാനന്ദ വൻ കടലിനടുത്ത് തൻ്റെ അഹങ്കാരത്തിന്റെ കാളിയപ്പത്തികൾ മുഴുവൻ തീയിട്ട് ചുട്ട് ചാമ്പലാക്കിയപ്പോൾ മനസ്സിൽ കളങ്കത്തിന് പകരം നിഷ്കളങ്കത ഏറ്റുവാങ്ങിയ ആ അർജുനന്റെ മനസ്സിലേക്കും അരികത്തേക്കും ശ്രീകൃഷ്ണൻ വന്നത്, കൈ പിടിച്ചത്, കൊണ്ടുപോയത്, തൻ്റെ ദൗത്യം വിജയിപ്പിച്ചെടുത്തത്. ഹരിക്കപ്പെട്ട കുമാരന്മാർ തിരിച്ച് കൊണ്ടുവരപ്പെട്ടത്, കുമാരഹരണം കുമാരാഹരണമായി മാറിയത്. അപ്പൊ അവിടെ നരനും നാരായണനും എപ്പോഴും ഒപ്പമുണ്ടെങ്കിലും നരൻ നാരായണനെ കയ്യെത്തുന്ന അകലത്തിൽ നിന്ന്, തന്നിൽ നിന്ന് തൊട്ടറിയാൻ ശ്രമിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഭൗതിക ചിന്തയിൽ ആധ്യാത്മികതയും ഉണ്ട് എന്നതാണ്, അത് ഉണ്ടാകണം എന്നതാണ്, അത് തിരിച്ചറിയണം എന്നതാണ് യഥാർത്ഥത്തിൽ നേരിലേക്കുള്ള വഴി. നമ്മൾ സാധാരണ എപ്പോഴും പറയും കർമാവസാനം മരണം എന്നോർക്കണം. യഥാർത്ഥത്തിൽ കർമാവസാനം മരണമാണോ? എനിക്ക് തോന്നിയിട്ടുള്ളത് മരണം എന്ന് പറയുന്നത് ഒരു കടമ്പ, അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൻപുറത്ത് പറയും ഒരു കടായ എന്ന് പറയും. അഴിയിട്ടിട്ട് കാല് കവച്ച് വെച്ച് കടക്കാനുള്ള ഒരു ചെറിയ പടിയാണ് കടായ, ഒരു കടായാണ് അത്. ഈ മരണം എന്ന് പറയുന്ന കടായയുടെ അപ്പുറത്തേക്ക് കടക്കുമ്പോൾ ശരീരം വിട്ടുപോവുകയും ആത്മാവ് പരമാത്മാവിലേക്ക് പോവുകയും ചെയ്യാണ്. അതുവരെ ചെയ്ത കർമ്മം മുഴുവൻ ഈശ്വരന് സമർപ്പിച്ചുകൊണ്ട് ആ കർമ്മത്തിലൂടെ കർമ്മത്തെ അതിജീവിച്ചുകൊണ്ടാണ് ആ കർമ്മം അനുഭവിപ്പിച്ച ശരീരത്തെ വിട്ട് ആത്മാവ് മുന്നോട്ട് പോകുന്നത്. ഇത് മനസ്സിലാക്കാനുള്ള ഒരു തലത്തിലേക്ക് മനുഷ്യനെ ഉയർത്താൻ കഴിയുമ്പോഴാണ് ലൗകിക ജീവിതത്തിൽ ആധ്യാത്മികത പ്രകടമാക്കാനും നമുക്ക് കഴിയുന്നത്. ആ അനുഭവം, മരണത്തിന്റെ അപ്പുറത്ത് പരമാത്മാവിന്റെ നിത്യഹരിത മേച്ചിൽപ്പുറങ്ങളിലേക്ക് ആത്മാവിനെ കയറഴിച്ചു വിട്ടുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ആ അനുഭൂതി, പ്രകാശ മധ്യസ്ഥിത ചിൽസ്വരൂപം എന്ന് പറഞ്ഞ് ദേവിയെ പ്രാർത്ഥിക്കുന്ന ആ പ്രകാശത്തിന്റെ നടുവിലേക്കുള്ള ഒരു കടന്നിരിക്കല്, അതാണ് ജ്യോതിസിന്റെ അനുഭവം എന്ന് പറയുന്നത്. ഒരുപക്ഷേ ലോകത്തിൽ ഭാരതത്തിന് മാത്രം ചിന്തിക്കാൻ കഴിഞ്ഞ, ഭാരതത്തിലെ ഋഷിമാർക്ക് മാത്രം മനനം ചെയ്തെടുക്കാൻ കഴിഞ്ഞ ഏറ്റവും ഉദാത്തമായ ഭൗതിക ആധ്യാത്മിക സമന്വയ സങ്കല്പമാണിത്. ആ കർമ്മഭാവത്തെ ഈശ്വരാർപ്പണമാക്കി മാറ്റിക്കൊണ്ട് തെറ്റിൽ നിന്ന് ശരിയിലേക്ക് പതുക്കെ നടന്നു കയറുന്ന ഒരു മനുഷ്യന്റെ പ്രയാണത്തെയാണ് നമ്മുടെ ആചാര്യന്മാര് സ്വപ്നം കണ്ടത്. അതാണ് നമ്മുടെ ഋഷിമാര്. അവിടെ ആധ്യാത്മികതയും ലൗകികതയും ചേർന്ന് ഒരു സമഗ്രതയുണ്ടായിരുന്നു. അത് ഭാരതത്തിന്റെ മാത്രം അവകാശമായിരുന്നു. പടിഞ്ഞാറൻ നാടുകളിലെ സെമറ്റിക് മതങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ചട്ടക്കൂടിന്റെ ഉള്ളിലുള്ളതാണിത്. അവിടെ സ്വാതന്ത്ര്യമില്ല. ഒരു പ്രത്യേക കാലത്ത് ഒരു പ്രത്യേക വ്യക്തി ഒരു പ്രത്യേക രീതിയിൽ ഒരു പ്രത്യേക കാലത്ത് ആ ദേശത്തിന് മാത്രം അനുസൃതമായ രീതിയിൽ പറയുന്ന നല്ല കാര്യങ്ങൾ. പക്ഷെ അതിന് ഉരക്കല്ലുകളില്ല, അതിന് കൂട്ടിച്ചേർക്കലുകളില്ല, അതിന് തിരുത്തലുകളില്ല. വിമർശിതത ശേഷേണ യഥേച്ഛസി തഥാ കുരു എന്ന് പറയുന്ന സ്വാതന്ത്ര്യവുമില്ല.
അതൊരു ഫ്രെയിമിന്റെ ഉള്ളിലാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആ സ്വാതന്ത്ര്യമുണ്ട്, സർഗാത്മകമായ സ്വാതന്ത്ര്യം. അതുകൊണ്ട് തന്നെ പ്രപഞ്ച ചൈതന്യത്തിന്റെ പ്രകാശരേണുക്കളെ ആധ്യാത്മികമായും സർവോപരി ശാസ്ത്രീയമായും കണ്ടെത്താൻ ഭാരതത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പടിഞ്ഞാറ് മതം വേറെ ശാസ്ത്രം വേറെ എന്ന് പറഞ്ഞ് രണ്ടും തമ്മിലടിച്ചപ്പോൾ മതത്തെ ശാസ്ത്രത്തോട് ചേർത്ത് വെച്ച് ശാസ്ത്രത്തെ മതത്തോട്, ആധ്യാത്മികതയോട്, മതം എന്ന് പറയാൻ പറ്റില്ല കാരണം ഹിന്ദു മതമല്ല. പക്ഷെ ഇന്ന് നമുക്കത് പറയാതിരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാ? എല്ലാവരും കൂടി, പടിഞ്ഞാറുള്ള എല്ലാവരും കൂടി, യൂറോപ്യന്മാരെല്ലാവരും കൂടി ഹൈന്ദവ ജീവിത രീതിയെ മതമാക്കി ചുരുക്കിയെടുത്തത് കൊണ്ട് നമുക്കത് പറയാതിരിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രം. പക്ഷേ ഇവിടെ നമ്മുടെ സ്തോത്രകാവ്യങ്ങളിൽ പോലും ശാസ്ത്രീയത നിറഞ്ഞു നിന്നത് അതുകൊണ്ട്. ആ സമഗ്രതയാണ് നമുക്ക് വേണ്ടത്. ആ സമഗ്രതയുള്ള ഒരു ആധ്യാത്മിക സങ്കല്പമാണ് നമുക്കുള്ളത്. അവിടെയാണ് നമ്മൾ പറയുന്നത് തമസോമ ജ്യോതിർഗമയ, ചഞ്ചലമായ ജഗത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. എല്ലായ്പ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന സംസാരം, എല്ലായ്പ്പോഴും മാറുന്നു, എല്ലായ്പ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്നു, സ്ഥിരമല്ലാതിരിക്കുന്നു, മാറുന്നു, മറയുന്നു, മറയ്ക്കുന്നു, മറക്കുന്നു, നീങ്ങുന്നു. ഇങ്ങനെ ചഞ്ചലമായ ഒരു പ്രപഞ്ചം. ആ പ്രപഞ്ചം ചഞ്ചലമാണെങ്കിൽ ഈ ചഞ്ചലമായ പ്രപഞ്ചത്തെ ചഞ്ചലമാക്കി നിർത്തിക്കൊണ്ടിരിക്കുന്ന ചഞ്ചലമല്ലാത്ത ഒരു ശക്തി വേണം. ഏത് പമ്പരം കറങ്ങണമെങ്കിലും അതിൻ്റെ അടിയിൽ സ്വയം കറങ്ങാത്ത എന്തെങ്കിലും ഒരു ശക്തി, അതിനെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി വേണം. ഒരു നിയാമക ശക്തി, ഒരു റിമോട്ട് കൺട്രോൾ, ഒരു സ്ഥിരമായ അടിസ്ഥാനം. വീതപ്രക്ഷോഭമാരീയുലകിനെ നിലനിർത്തുന്നിതാ വിശ്വരൂപൻ, സ്വാതന്ത്ര്യം കാത്തു നമ്മൾക്ക് അനുദിനമരുളിയിടട്ടെ ഉത്കൃഷ്ട സൗഖ്യം. അപ്പൊ പ്രക്ഷോഭം, ചലനമില്ലാത്ത ആരാണോ ചലനത്തിൽ ഇതിനെ സംരക്ഷിച്ചു നിർത്തുന്നത്, ചാഞ്ചല്യത്തിൽ ഭൂമിയെ സംരക്ഷിച്ചു നിർത്തുന്നത്, ആ നിയാമക ശക്തിയെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത്. ഉള്ളതൊന്നും ഉള്ളതല്ല, ഉള്ളതിന് നാശമില്ല, നാശമുള്ളത് ഉള്ളതല്ല എന്ന് പറഞ്ഞ അതേ സങ്കല്പത്തിലൂടെ നമ്മുടെ ഈ സങ്കല്പങ്ങളെ നോക്കുമ്പോഴാണ് സുന്ദരമായ സത്യം ഈശ്വരനാണ്. ആ സത്യത്തെ തിരിച്ചറിയലാണ് വെളിച്ചത്തിലേക്കുള്ള വഴി. ആ വെളിച്ചത്തിലേക്കുള്ള വഴിയാണ് മനുഷ്യന്റെ വഴി. ആ വെളിച്ചം മനുഷ്യന്റെ മനസ്സിലേക്ക് സംക്രമിക്കുന്നില്ലെങ്കിൽ അവൻ മനുഷ്യനിൽ നിന്ന് പിറകോട്ട് പോവുകയും അവൻ മൃഗമായി മാറുകയും ചെയ്യും. സംസ്കാരം വികാസമാണ്, ചുരുങ്ങലല്ല. മനുഷ്യൻ മൃഗത്തിലേക്ക് ഒരു തിരിച്ചുപോക്കല്ല, മനുഷ്യൻ ദൈവത്തിലേക്കുള്ള ഒരു ഇരച്ചു കയറ്റമാണ് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കേണ്ടത്. ആ കയറ്റത്തിന് വേണ്ടതാണ് പ്രകാശത്തിന്റെ വഴി, വെളിച്ചത്തിന്റെ വഴി. ആ വെളിച്ചം കാണിക്കാനാണ് നമ്മുടെ മഹർഷിമാർ ഇത്തരം ഉദാത്തമായ വാക്യങ്ങളെ നമ്മുടെ മുന്നിൽ വെച്ചത്. അറിവിന്റെ സൂര്യ തേജസ്സിലേക്ക് ഭാരതീയ സംസ്കാരത്തെ വികസിപ്പിച്ചുകൊണ്ട് ആ സംസ്കാരത്തെ ലോകോത്തരമാക്കി മാറ്റാൻ ശ്രമിച്ച മഹർഷിമാർ. ഈ സങ്കല്പത്തിന്റെ വിരിവാണ്, അതിൻ്റെ ഒരു പുഷ്കലമായ ഭാവമാണ് യഥാർത്ഥത്തിൽ ഭാരതീയ ജനസമൂഹത്തിന്റെ ജീവിത രീതി എന്ന് പറയുന്നത്, ഭാരതത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ഹിന്ദുത്വം എന്ന് പറയാം. കാരണം ഹൈന്ദവ ജീവിത രീതിയാണത്. ഹിന്ദു എന്ന് പറയുമ്പോൾ അത് മതമല്ല. പാകിസ്ഥാനിലുള്ളവരും ബംഗ്ലാദേശിലുള്ളവരും ഇന്ത്യയിലുള്ളവരും ഒരുപോലെ മനസ്സിൽ സൂക്ഷിച്ച ചില സമഗ്രമായ ഐകരൂപ്യത്തിലുള്ള ജീവിത രീതികളും വീക്ഷണങ്ങളുമുണ്ട്, സാംസ്കാരികമായ പ്രതിഭാസങ്ങളുണ്ട്. ഇതെല്ലാവർക്കും ബാധകമാണ് ഭാരതീയത. അതിനെയാണ് നമ്മൾ ഹൈന്ദവത എന്ന് പറയുന്നത്. ഇന്ന് ഹൈന്ദവത ഒരുപക്ഷെ വർഗീയതയായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് സ്വാർത്ഥികളായ, സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയുള്ള നിരീക്ഷണങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ആരാണ് ഹിന്ദു? ഹിന്ദുസ്ഥാനിലെ ജനത. ഹിന്ദുസ്ഥാനിലെ ജനത, ആ ജനത അവരുടേതായ ഒരു കാഴ്ചപ്പാടുണ്ടാക്കി. എങ്ങനെ? നാം എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ എന്ന് പറയുന്ന കൂട്ടായ്മയിലേക്ക് ഉയർന്നു വന്നു. പല പല ഗോത്രങ്ങളിൽ ജനിച്ച് ജീവിച്ച് ആ ഗോത്രങ്ങളുടെ വികാസത്തിലൂടെ, വിവിധ ഗോത്രങ്ങളുടെ സമന്വയത്തിലൂടെ ഒരു ഏകീകരണം ഉണ്ടാക്കുകയും ആ ഏകീകരണത്തിലൂടെ ഏതാണ്ട് ഒരുപോലെ പങ്കിടുന്ന ചില വീക്ഷണങ്ങൾ രൂപീകരിക്കുകയും ചെയ്തപ്പോൾ അത് ചില കോമൺ പദ്ധതികളായിട്ട് മാറുകയാണ്. സമരസപ്പെടുന്ന ചില കാര്യങ്ങൾ. അവിടെയാണ് അവർ ഹിന്ദുവാകുന്നത്. ആ ഹിന്ദു എവിടെയായത്? ഹിന്ദുസ്ഥാൻ.
ഹിമാലയം മുതൽ ഹിന്ദു സമുദ്രം വരെയുള്ള ഈ ഭൂപ്രദേശത്ത് ഹിമാലയത്തിന്റെ ഹീയും ഹിന്ദു സമുദ്രത്തിന്റെ ഹിന്ദുവും ചേർത്ത് കഴിഞ്ഞാൽ ഹിന്ദുസ്ഥാൻ. അവിടെയുള്ളവരാണ് ഹിന്ദുക്കൾ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സിന്ധു നദിക്ക് തെക്കുവശത്ത് സിന്ധു എന്നത് സിന്ധുദേശം ഹിന്ദുദേശമായി മാറിയ സാഹചര്യത്തിൽ ഹിന്ദുദേശം ഹിന്ദുസ്ഥാനിലുള്ളവർ, അതായത് സനാതനധർമ്മം എന്ന് അന്ന് അവർ വിളിക്കാൻ ആഗ്രഹിച്ച ധർമ്മത്തിന്റെ വക്താക്കളും പ്രവക്താക്കളും. ആ സനാതന ധർമ്മമാണ് ഹിന്ദുസ്ഥാനിലെ ജനതയുടെ ജീവിത രീതി, ഹിന്ദുസ്ഥാനിലെ ജനം മുറുകെ പിടിക്കുന്നത്, ഹിന്ദുസ്ഥാനിലെ ജനതയുടെ സംസ്കാരം, ഹിന്ദുസ്ഥാനിലെ ജനതയുടെ കാഴ്ചയും കാഴ്ചപ്പാടും സനാതന ധർമ്മമാണ്. കടലിൽ തുടങ്ങി കൊടുമുടി കയറി ഹിമാലയത്തിന്റെ മുകളിലേക്ക് കടന്ന് പിന്നെ ലോകത്തിന്റെ മറ്റിടങ്ങളിലേക്ക് വ്യാപിച്ചിറങ്ങി അജയ്യമായ രീതിയിൽ സാംസ്കാരികമായ ആധിപത്യം പുലർത്താൻ സാധിച്ച ലോകത്തിലെ ഒരേ ഒരു വിശ്വാസ പ്രമാണത്തിന്റെ അതിന്റെ അധികാരികളാണ് നമ്മൾ, അതിന്റെ പിന്തുടർച്ചക്കാരാണ് നമ്മൾ എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടത് അഭിമാനമാണ്. ആ അഭിമാനമാണ് ഹിന്ദുത്വം എന്ന അഭിമാനം. ഹിന്ദുത്വം എന്ന വാക്ക് ഒരു പക്ഷേ വളരെ അടുത്ത കാലത്തുണ്ടായതാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1923 വീര സവർക്കറാണ് ഹിന്ദുത്വം എന്ന വാക്ക് ആദ്യമായി പ്രചാരത്തിലെത്തിച്ചത്. ഹിന്ദുസ്ഥാനിലെ ജനങ്ങളെ മറ്റെന്ത് പറയും? ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണങ്ങൾ 1977 ഒരു ലേഖനത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഡൽഹി ജുമാ മസ്ജിദിലെ ഇമാം സയ്യിദ് അബ്ദുള്ള ബുഖാരി മെക്കയിലേക്ക് പോവുകയാണ്. ബ്രാക്കറ്റ് ഇടട്ടെ, വർഗീയല്ല കേട്ടോ. അദ്ദേഹം മെക്കയിലേക്ക് പോവുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോ അവിടെയുള്ള ഒരു സുഹൃത്ത് അദ്ദേഹത്തിനോട് ചോദിച്ചു, അവിടെയുള്ള ഒരാൾ, അവിടെ തീർത്ഥാടനത്തിന് വന്ന ഒരാള് അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ ഒരു ഹിന്ദുവാണോ? അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യമാണ്. താങ്കൾ മെക്കയിലെ തീർത്ഥാടനത്തിന് ചെന്ന ബുഖാരി ഇമാമിനോട് ചോദിക്കുക, താങ്കൾ ഒരു ഹിന്ദുവാണോ? ദേഷ്യം വന്ന ഇമാം പറഞ്ഞത്രേ, ഞാനൊരു മുസൽമാനാണ്. ദേഷ്യം ഒന്ന് താണപ്പോ, ഇമാം ചില്ലറക്കാരനല്ല, ബുദ്ധിശാലിയാണ്. ദേഷ്യം ഒന്ന് ഇറങ്ങിയപ്പോ അദ്ദേഹം രണ്ടാമത് ആ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് അങ്ങനെ ചോദിച്ചത്? ഇവിടെ തീർത്ഥാടനത്തിന് വന്ന എന്നോട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഹിന്ദുവാണോ എന്ന് ചോദിച്ചത്? ആ മെക്കയിലെ മനുഷ്യൻ പറഞ്ഞു, അവിടെ തീർത്ഥാടനത്തിന് വന്ന ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ ഹിന്ദുസ്ഥാനിൽ നിന്നല്ലേ വരുന്നത്, ഇവിടെ നിന്ന് വരുന്നവരെ ഞങ്ങൾ ഹിന്ദുക്കൾ എന്നാണ് വിളിക്കാറ്. മറ്റൊരു ഉദാഹരണം, ഒരു ഫ്രഞ്ചുകാരൻ ഒരു ഇന്ത്യക്കാരനോട് ഒരിക്കൽ ചോദിച്ചു, നിങ്ങളുടെ മതം എന്താണ്? ഇന്ത്യക്കാരൻ തല ഉയർത്തിപ്പിടിച്ച് പറഞ്ഞു, ഞാൻ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നു. ഉടനെ ആ ഫ്രഞ്ചുകാരൻ ചോദിച്ചു, അത് നിങ്ങളുടെ ദേശീയതയല്ലേ? ഞാൻ മതത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഹിന്ദു എന്നത് മതമല്ല, ദേശീയതയാണ് എന്ന് പടിഞ്ഞാറുള്ള വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരും കൂടി മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിനെ മതമാക്കി ചുരുക്കുന്നു എന്നത് അരോചകമാണ്, അപഹാസ്യമാണ്, അപമാനകരവുമാണ്. ഈ ദേശം ഭാരതീയതയുടെ, ഹൈന്ദവതയുടെ, ഹിന്ദുത്വത്തിന്റെ ദേശം. ഈ ദേശം ഭാരതമാണ്. ഭാരതത്തിന്റെ അന്തസത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെയുള്ള ജനസമൂഹത്തിന്റെ അന്തസത്ത. ആ ജനസമൂഹത്തിന് ഒരു ആത്മസത്തയുണ്ടെങ്കിൽ അത് എങ്ങനെ ഉണ്ടായതാണ്? കാലാകാലങ്ങൾക്ക് മുൻപ് വൈദിക കാലഘട്ടം തൊട്ട് ഇങ്ങോട്ട് കിട്ടിയ അറിവുകൾ, വേദങ്ങൾ, വേദാംഗങ്ങൾ, പുരാണങ്ങൾ, അവിടെ നിന്നിങ്ങോട്ട് ഇറങ്ങി വന്ന എല്ലാ ശാസ്ത്രങ്ങളും ചേർത്ത് ഇവിടുത്തെ ജനജീവിതത്തിന് ലഭിച്ച ചില അറിവുകളുണ്ട്. ആ അറിവുകളിലൂടെ രൂപപ്പെട്ടതാണ് ഭാരതത്തിലെ ജനതയുടെ ആത്മസത്ത. അതാണ് ഹിന്ദുത്വം, അതാണ് ഭാരതത്തിന്റെ അന്തസത്ത എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഭാരതീയത എന്താണ്, ഭാരതത്തിന്റെ ദേശീയത എന്താണെന്ന് ചോദിച്ചാൽ അത് ഹിന്ദുത്വമാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഭാരതത്തിന് ഭാരതീയത എന്താണോ അതാണ് ഹിന്ദുസ്ഥാന്റെ ഹിന്ദുത്വം. അങ്ങനെയാണെങ്കിൽ ഭാരതത്തിന് ഭാരതീയത എന്താണോ അതാണ് ഹിന്ദുസ്ഥാനിന്റെ ഹിന്ദുത്വം എന്ന് പറയുമ്പോൾ ഭാരതീയത സമം ഹിന്ദുത്വം എന്ന രസതന്ത്ര സമവാക്യത്തിലേക്ക്
നമുക്ക് എത്തേണ്ടി വരും. ഈ പൗരാണികമായ അറിവുകളിലൂടെ ഉണ്ടാക്കിയെടുത്ത് രൂപപ്പെട്ട ഈ ജനജീവിതം അത് സചേതനമായ ഒരു ആത്മസത്തയാണ്. സചേതനമായ വളർന്നുകൊണ്ടിരിക്കുന്ന മൂല്യാധിഷ്ഠിതമായ ഭാവാത്മകമായ ഒരു രാഷ്ട്ര വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വം യഥാർത്ഥത്തിൽ ഭാരതീയന്റെ സത്തയാണെങ്കിൽ, അസ്മിത, ഐഡന്റിറ്റിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ ദേശീയതയാണ് ദൈവദത്തമാണ്, ഗോഡ് ഗിവൺ ആണ് എന്ന് മഹർഷി അരവിന്ദോ പറഞ്ഞത്. സംസ്കാര സമ്പന്നതയുടെ ഭാരതത്തെ ഉണ്ടാക്കിയെടുത്ത ഈശ്വരാധീനമുള്ള ഒരു കാഴ്ചപ്പാട് ആധ്യാത്മിക നവോത്ഥാനങ്ങളിലൂടെ ഉണ്ടായ വൈദിക കാലഘട്ടത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു രൂപീകരണമാണ് എന്ന് നമുക്കപ്പോൾ പറയേണ്ടി വരും. ഇനി ഈ ദേശീയതയെ കുറിച്ച് പറയുമ്പോൾ ദേശവും രാഷ്ട്രവും തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. രാഷ്ട്രം എന്ന് പറയുന്നത് ഒരു ഭൂവിഭാഗം മാത്രമല്ല. ഭാരതത്തിന് അതിരുകൾ നിർണയിച്ചാൽ അതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ദേശം എന്ന് പറയാം, ഒരു ഭൂവിഭാഗം എന്ന് പറയാം. പക്ഷേ അതിലെ ജനതയും കൂടി ചേരുമ്പോഴേ അത് ഭാരതമാകുന്നുള്ളൂ. അപ്പോൾ അത് വെറും ദേശമല്ല, അത് രാഷ്ട്രമായിട്ട് മാറുകയാണ്. വെറും രാജ്യമല്ല, അതൊരു രാഷ്ട്രമായിട്ട് മാറുകയാണ്. ആ രാഷ്ട്ര സങ്കല്പത്തിന് ഒരു മനുഷ്യ രൂപത്തിൽ സങ്കല്പിക്കുകയാണെങ്കിൽ ആത്മാവാണ് രാഷ്ട്രം, ശരീരമാണ് ആ ഭൂവിഭാഗം, ദേശം. അതിൻ്റെ വസ്ത്രമാണ് അതിൻ്റെ ഭരണകൂടം. ആത്മാവ് രാഷ്ട്രം. ആത്മാവില്ലാതെ ശരീരത്തിന് ഒരു പ്രസക്തിയില്ല, വെറും ശവമാണ്. നമ്മൾ ഏത് മഹാനുഭാവൻ മരിച്ചാലും ബോഡി എടുത്തോന്നാ ചോദിക്കുക, അദ്ദേഹത്തിനെ ദഹിപ്പിച്ചോന്നല്ല ചോദിക്കുക. ശവശരീരം എടുത്തോ, അതെടുത്തോ, ബോഡി എടുത്തോന്നാ ചോദിക്കുക. അപ്പൊ എപ്പോഴാണ് അദ്ദേഹമായത്? ആത്മാവുണ്ടായിരുന്നപ്പോ, ജീവാത്മാവുണ്ടായിരുന്നപ്പോ. അപ്പൊ ആ ആത്മാവ് രാഷ്ട്രമാണെങ്കിൽ രാഷ്ട്രത്തിന്റെ ശരീരം ആ ഭൂവിഭാഗമാണ്. ആ ഭൂവിഭാഗത്തിൽ രാഷ്ട്രചേതന നിറയുന്നത് അവിടുത്തെ ജനജീവിതത്തിന്റെ ആത്മസത്ത കൊണ്ടാണ്. അതിന്റെ ഭരണം വസ്ത്രമാണ്. വസ്ത്രം എങ്ങനെ വേണമെങ്കിൽ ആവാം, പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വസ്ത്രം കംഫർട്ടബിൾ ആവണം, നമുക്ക് ചേരുന്നതാകണം, നമുക്ക് സന്തോഷം തരുന്നതാകണം, പാകമാകുന്നതാകണം. വലുതാവരുത്, കോമാളി തൊപ്പി അല്ലെ സർക്കസിലെ കോമാളിയെ പോലത്തെ വസ്ത്രം ആവരുത്, ഇറുകിയതാകരുത്, വലിയതാകരുത്, മുഷിഞ്ഞത്. അതൊക്കെ നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാക്കാം. നമുക്ക് ചേരുന്ന വസ്ത്രമാണ് നമുക്ക് കംഫർട്ടബിൾ ആകുക. അപ്പോൾ ഭരണം എങ്ങനെയായിരിക്കണം? ഒരു രാഷ്ട്രത്തിന്റെ മനസ്സെന്താണോ, ഒരു രാഷ്ട്രത്തിന്റെ സംസ്കാരം എന്താണോ, ഒരു രാഷ്ട്രത്തിന്റെ കാഴ്ചപ്പാട് എന്താണോ, അതിനനുസരിച്ച് ഭാരതത്തെ സംബന്ധിച്ച് ആധ്യാത്മികതയും ലൗകികതയും ചേർന്ന ഈശ്വര വിശ്വാസവും ആചാര പരമ്പരകളുമുള്ള ഒരു ജനതയ്ക്ക് ചേരുന്ന ഭരണം. ഇതാണ് രാഷ്ട്രവും ദേശവും ഭരണവും തമ്മിലുള്ള ഒരു ബന്ധം പണ്ടുള്ളവർ കാണിച്ചത്. എപ്പോഴാണ് ഈ ഭാരതീയത, എപ്പോഴാണ് ഈ ദേശീയത സമ്പൂർണമാകുന്നത്? ആ സമ്പൂർണതയാണ് സ്വാതന്ത്ര്യം എന്ന വാക്കിലുള്ളത്. സ്വാതന്ത്ര്യത്തിൽ ഒരു സ്വയുണ്ട്. എന്ന് പറഞ്ഞാൽ തൻ്റെ, അവനവൻ്റെ നില, അവനവൻ്റെ രീതി, അവനവൻ്റെ സ്വഭാവം, അവനവൻ്റെ സ്വഭാവമനുസരിച്ച്, അവനവൻ്റെ രീതി അനുസരിച്ച്, അവനവൻ്റെ നിലനിൽപ്പിനനുസരിച്ച്, അവനവൻ്റെ പ്രകൃതത്തിനനുസരിച്ച് തന്ത്രങ്ങൾ മെനഞ്ഞുണ്ടാക്കാൻ സാധിക്കുന്ന അവസ്ഥ. അതായത് നമ്മൾ എന്താണോ അത് മുന്നോട്ട് പോകാനുള്ള തടസ്സമില്ലാത്ത പ്രയാണത്തിന് വേണ്ട ഒരു അന്തരീക്ഷം. അതാണ് സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം ദേശീയ സ്വാതന്ത്ര്യമാണ്, അത് ആധ്യാത്മിക സ്വാതന്ത്ര്യം കൂടിയാണ്. അതിൻ്റെ പരിരക്ഷയാണ് ഒരു സംസ്കാരത്തെ നിലനിർത്തുന്നത്. ഇന്ന് ഏറ്റവും അധികം വ്യഭിചരിക്കപ്പെട്ട വാക്കാണ് സ്വാതന്ത്ര്യം. എന്തും ചെയ്യാനുള്ള 18 വയസ്സിന്റെ ലീഗൽ റൈറ്റ് മാത്രമാക്കി നമ്മൾ സ്വാതന്ത്ര്യത്തെ ഇടിച്ചു താഴ്ത്തിയപ്പോഴാണ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സങ്കല്പത്തിന്റെ ആ പഴയ ആ പ്രാധാന്യം മുഴുവൻ നമുക്ക് നഷ്ടപ്പെട്ടത്. ടാഗോർ എന്താണ് പറഞ്ഞത്? വേർ ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ ആൻഡ് ദ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ. എവിടെ മനസ്സ് നിർഭയമായിരിക്കുന്നുവോ,
എവിടെ ശിരസ് ഉയർന്നു നിൽക്കുന്നുവോ, അഭിമാനത്തോടെ ഉയർന്നു നിൽക്കുന്നുവോ, വേർ നോളേജ് ഈസ് ഫ്രീ, വിജ്ഞാനം സ്വതന്ത്രമായിരിക്കുന്നുവോ. ഇന്ന് വിജ്ഞാനം സ്വതന്ത്രമാണോ? ഇന്ന് കൊടുക്കുന്ന വിജ്ഞാനം, വിദ്യാലയങ്ങളിൽ കൊടുക്കുന്ന വിജ്ഞാനം, ചർച്ച ചെയ്യപ്പെടുന്ന വിജ്ഞാനം, കേൾപ്പിക്കപ്പെടുന്ന വിജ്ഞാനം, ഗവേഷണം ചെയ്യപ്പെടുന്ന വിജ്ഞാന മേഖല സ്വതന്ത്രമാണോ? എല്ലാം ചില ഫ്രെയിമുകളുടെ ഉള്ളിൽ, രാഷ്ട്രീയ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ചില ഫ്രെയിമുകളുടെ ഉള്ളിൽ കൂടി, മഞ്ഞക്കണ്ണടയിൽ കൂടി നോക്കുന്ന രീതിയിലാണ് നമ്മുടെ വിജ്ഞാനം. പക്ഷേ ടാഗോർ പറഞ്ഞു, വേർ ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ ആൻഡ് ദ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ, വേർ നോളേജ് ഈസ് ഫ്രീ, വേർ ദ ക്ലിയർ സ്ട്രീം ഓഫ് റീസൺ ഹാസ് നോട്ട് ലോസ്റ്റ് ഇറ്റ്സ് വേ ഇൻ ടു ദ ഡ്രൈറി ഡെസേർട്ട് സാൻഡ്സ് ഓഫ് ഡെഡ് ഹാബിറ്റ്സ്. പൂന്തേൻ അരുവി പോലെ ഒഴുകുന്ന യുക്തിചിന്തയുടെ ആ സരണി അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും കറുത്ത കൈവഴികളിലേക്ക് പോകാതെ മുന്നോട്ട് പോകണം. അവിടെയാണ് സ്വാതന്ത്ര്യമുള്ളത്. ചിന്തയുടെ സ്വാതന്ത്ര്യം, ആശയത്തിന്റെ സ്വാതന്ത്ര്യം, വ്യക്തിയുടെ സ്വാതന്ത്ര്യം, മനീഷയുടെ സ്വാതന്ത്ര്യം, ഭാവനയുടെ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്ന ഒരു സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗത്തിലേക്ക്, ഇൻ ടു ദാറ്റ് ഹെവൻ ഓഫ് ഫ്രീഡം മൈ ഫാദർ ലെറ്റ് മൈ കൺട്രി അവേക്ക്. ഇത് പറഞ്ഞത് ടാഗോറാണ്. ഭാരതത്തെ അടുത്തറിഞ്ഞ്, ഭാരതത്തെ ഉൾക്കൊണ്ട്, ഭാരതത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് സ്വാതന്ത്ര്യം എന്താണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ മഹാകവി. ഇതൊക്കെ നമ്മുടെ ഈ കാലഘട്ടത്തിലേക്ക് കടത്തി വെക്കാൻ സാധിക്കുന്നുണ്ടോ? ഇത് നിലനിർത്താൻ ഭാരതത്തിന്റെ തനിമ നമ്മുടെ ഞരമ്പുകളിൽ വിജൃംഭിക്കുമ്പോൾ, ഭാരതത്തിന്റെ സംസ്കാരം നമ്മുടെ മനസ്സിലേക്ക് കടന്നിരിക്കുമ്പോൾ, ഭാരതത്തിന്റെ സ്വഭാവം നമ്മുടെ ബുദ്ധിയിൽ പടർന്ന് പന്തലിക്കുമ്പോഴാണ് ഭാരതീയൻ എന്ന അഭിമാനം നമുക്കുണ്ടാകേണ്ടത്. ആ അഭിമാനമില്ലാത്തവരോട് നമുക്ക് പറയാനുള്ള വാക്കാണ്, എന്താണ് ഭാരതം എന്ന് കണ്ടെത്തി, എന്താണ് സ്വത്വം എന്ന് കണ്ടെത്തി, എന്താണ് ഞാനെന്ന് കണ്ടെത്തി, എന്താണ് എന്റെ പാരമ്പര്യം എന്ന് കണ്ടെത്തി സ്വയം വികസിക്കാൻ വിസമ്മതിക്കുന്നവനോട് നമുക്ക് പറയാനുള്ള വാക്കാണ് തമസോമ ജ്യോതിർഗമയ. വെളിച്ചത്തിലേക്ക് നടക്കു കുഞ്ഞെ, ഈ ഇരുട്ടിൽ നിൽക്കല്ല എന്ന് പറയാനുള്ള സാധ്യതകൾ ഉണ്ടായിരിക്കണം, തൻ്റെ ഇടവും ധൈര്യവും ഉണ്ടായിരിക്കണം. അത് നിലനിർത്താനാണ് ആർഷജ്ഞാനത്തിൻ്റെ പകർച്ച ഉണ്ടാകേണ്ടത്, പകർന്നു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനാണ് നമ്മുടെ ഇത്തരം തത്വസമീക്ഷാ സത്രങ്ങളുള്ളത്, സപ്താഹ വേദികളുള്ളത്, പ്രഭാഷണ പരമ്പരകളുള്ളത്, പുരാണാഖ്യാനങ്ങളുള്ളത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, വളരുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മതപാഠശാലകൾ നടത്തേണ്ടത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് വലിയ പാരമ്പര്യത്തിന്റെ ആ ഒരു സമരസത പേറുന്നവരാണ് നമ്മൾ എന്ന തിരിച്ചറിവ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കണം. നാനാത്വത്തിൽ ഏകത്വം. ഇന്ന് ഞാനിപ്പോൾ ഓർക്കാറുണ്ട്, പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന കാലത്ത് പ്രസംഗിക്കാൻ അറിയാത്ത ഞാൻ, സ്കൂളിൽ കുറേ നിലയ വിദ്വാൻമാരുണ്ടാവും, എല്ലാറ്റിനും കയറി ഇപ്പം ആഗസ്റ്റ് 15 പ്രസംഗിക്കും, ജനുവരി 26 പ്രസംഗിക്കും, യൂത്ത് ഫെസ്റ്റിവലിന് പ്രസംഗിക്കും. ഈ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന എനിക്ക് 8ാം ക്ലാസ്സിലെയാണ് ചില ഗുരുനാഥന്മാരുള്ളത്. ഇവരെന്നും പ്രസംഗിക്കുമ്പോൾ കേൾക്കുന്ന ഒരു വാക്കുണ്ട്, നാനാത്വത്തിൽ ഏകത്വം ദർശിക്കുന്നതാണ് ഭാരതം, ഒരേ ചരടിൽ കോർത്തെടുത്ത മുത്തുമണികൾ പോലെ. ഇതിങ്ങനെ സ്ഥിരം കേൾക്കാം. പറയുന്ന ആൾക്ക് പറഞ്ഞൂടാ അതെന്താണെന്ന്, കേൾക്കണം ഞങ്ങൾക്ക് പറഞ്ഞൂടാ. പക്ഷേ നാനാത്വത്തിൽ ഏകത്വം, ഏകത്വം എന്ന വാക്കിൽ അന്ന് പ്രസക്തി ഉണ്ടായിരുന്നു. 48 കൊല്ലങ്ങൾക്ക് മുൻപ്, ഏതാണ്ട് 48-50 കൊല്ലങ്ങൾക്ക് മുൻപ് നാനാത്വത്തിൽ ഏകത്വം എന്ന വാക്കിനൊരു പ്രസക്തി ഉണ്ടായിരുന്നു. ആ ഏകത്വം എന്താണെന്ന് പതുക്കെ പതുക്കെ പഠിച്ച് മനസ്സിലാക്കി, ഭാരതത്തിന്റെ ഗരിമ മനസ്സിലാക്കി വന്നപ്പോഴാണ് ഈ അടുത്ത കാലത്ത് വാക്ക് മാറി. നേരെ തിരിഞ്ഞു. ചർച്ചകളില്, ചാനലുകളില്, ബുദ്ധിജീവികളുടെ പ്രസംഗവേദികളിൽ സ്ഥിരം കേൾക്കുന്ന വകയുടെ പങ്കെടുത്തു ഞാനൊരു കേരള സമിറ്റ് ചർച്ച. അതിൽ അവതാരകനും പറഞ്ഞു, ഒരു 10 പ്രാവശ്യം അവർ പറയും ബഹുസ്വരത. ഭാരതത്തിന് ബഹുസ്വരതയാണ്, ബഹുസ്വരതയാണ്, ബഹുസ്വരതയാണ്. ഏകത്വം എന്ന വാക്ക് വെട്ടിമാറ്റുകയും ബഹുസ്വരത എന്ന വാക്ക് അണ്ടർലൈൻ ചെയ്ത് പറയുകയും ചെയ്തിട്ട്, ഏകമല്ല ബഹുവാണ്, ബഹുവാണെങ്കിലും ഏകമാണെന്ന് പഠിപ്പിച്ച ഭാരതത്തെ ഇന്നത്തെ തലമുറയോട് ഇവർ പറയാണ് ബഹുവാണ്, ബഹുസ്വരതയാണ്. അവിടെയാണ് നമ്മൾ ഭാരതത്തിന്റെ സമന്വയം എന്ന സങ്കല്പം തകർന്നു വീഴുന്നതും, വിഭാഗീകരണം, വർഗീകരണം എന്ന ശിഥിലീകരണം പ്രകടമായ മുദ്രയായി സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നതും കാണുന്നത്.
അങ്ങനെയുള്ള സാഹചര്യത്തിൽ സത്യം പറഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ അർഹതയുണ്ടോ എന്ന് തന്നെ തോന്നിപ്പോകും. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങൾ, ഒരിത്തിരി ആചാരങ്ങൾ പഠിപ്പിച്ച്, ഒരിത്തിരി പുരാണം പഠിപ്പിച്ച് നമ്മൾ വളർത്തിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ പേരക്കുട്ടികൾക്കും അവർക്ക് കിട്ടുന്ന അറിവ്, ലൈം ലൈറ്റിൽ കിട്ടുന്ന അറിവ് ബഹുസ്വരതകളെ കുറിച്ചാണ്, വിഭാഗീയതയെ കുറിച്ചാണ്. എല്ലാ മതക്കാരും ഒരുപോലെയാണ് എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് ലോകമത സമ്മേളനത്തിൽ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് വിളിച്ച വിവേകാനന്ദ പിൻതലമുറക്കാർ നമ്മൾ. പക്ഷെ നമ്മള് ഇന്ന് ന്യൂനപക്ഷ അവകാശം, ന്യൂനപക്ഷ സംരക്ഷണം എല്ലാം കക്ഷി തിരിക്കരുത്. വേണ്ടെന്നല്ല ഞാൻ പറയണ, വേണം. ഇതങ്ങനെ പറയാതെയാണ് ചെയ്യേണ്ടത്. ഇത് പറയാതെ ചെയ്യേണ്ടതാണ്, അറിയാതെ അറിയേണ്ടതാണ്. അതിന് പകരം നമ്മൾ ജാതീയമായി തിരിഞ്ഞു, വംശീയമായി തിരിഞ്ഞു, മതപരമായി തിരിഞ്ഞു. കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുന്ന പടിഞ്ഞാറൻ ചിന്തകളിലേക്ക് പതുക്കെ പതുക്കെ ഒതുങ്ങിപ്പോവുകയും വികാസത്തിന്റെ മേഖലയെ നിഷ്കരണം നിരസിക്കുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഭാരതം മാറുന്നുണ്ടെങ്കിൽ അപകടകരമായ ഒരു പോക്കിലേക്കാണ്. അവിടെ ആധ്യാത്മികത വരുന്നില്ല. ഹൈന്ദവ ദർശനത്തെ ഹിന്ദുത്വം മതമാക്കി ചുരുക്കുകയും ആ വിശാലമായ കാഴ്ചപ്പാടിനെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് നമ്മുടെ ആധ്യാത്മിക ഗ്രന്ഥങ്ങളെയും ആധ്യാത്മിക സങ്കല്പങ്ങളെ, ഈശ്വര സങ്കല്പങ്ങളെയും വരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ടെങ്കിൽ അപകടകരമാണ്. അതിനെതിരെ ആഞ്ഞടിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനെതിരെ ഒരു കരുതലെങ്കിലും ഉണ്ടാക്കാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതിനു വേണ്ട ആർജവം പറന്നു കൊടുക്കാൻ, അതിനു വേണ്ട അറിവ് പകർന്നു കൊടുക്കാൻ, ബോധവൽക്കരണം നടത്താൻ നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ ഡിവിഷൻ, വിഭാഗീകരണവും വർഗീകരണവും ഇവിടെ ഉണ്ടാകും. നമുക്കുണ്ടായിരുന്നത് സനാതന ധർമ്മമാണ്. ആ സനാതന ധർമ്മം എന്ന് പറയുമ്പോൾ അതിലെ പ്രകടമായ വാക്ക് ഏതാണ്? ധർമ്മം. ധർമ്മസ്യ പ്രഭുരച്യുത, ആചാരപ്രഭവോ ധർമ്മ, ധർമ്മസ്യ പ്രഭുരച്യുത. ഭാരത സംസ്കാരം, ഹിന്ദുത്വം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ശ്രദ്ധ കൊണ്ട്, ഭക്തി കൊണ്ട്, അഥവാ ധർമ്മം കൊണ്ടുണ്ടായി. ധർമ്മമാണ് അതിൻ്റെ ആശ്രയവും ആധാരവും. ആ ധർമ്മം ആരാണ്? ഈശ്വരനാണ്. ഏത് ഈശ്വരനാണ്? ആയിരം പേരുകളിലൂടെ നമ്മൾ വിളിക്കുന്ന ഈശ്വര സങ്കല്പങ്ങളുണ്ട്, സഹസ്രനാമങ്ങളുണ്ട്. ആ സഹസ്രനാമങ്ങളിൽ ഒരേ ഒരു പേരാണ് ധർമ്മത്തിന്റെ പ്രഭുവിന് കൊടുത്തത്. കൃഷ്ണനും വിഷ്ണുവും വാസുദേവനുമല്ല കൊടുത്ത വാക്ക് അച്യുത. ച്യുതൻ വീഴുന്നവൻ, അച്യുതൻ വീഴ്ചയില്ലാത്തവനാണ്, പതിതനല്ലാത്തവനാണ്, സ്ഥിരപ്രതിഷ്ഠനാണ്, സ്ഥിതപ്രജ്ഞനാണ്, താഴെ വീഴാത്തവനാണ്, ഉയരത്തിൽ നിൽക്കുന്നവനാണ്. അപ്പോൾ വീഴാത്ത, തകരാത്ത, തളരാത്ത നിത്യമായ ഒരു ഈശ്വര സങ്കല്പമാണ് ധർമ്മവുമായി നമ്മൾ ഇക്വൈറ്റ് ചെയ്തിട്ടുള്ളത്, ധർമ്മവുമായി നമ്മൾ ചേർത്ത് വെച്ചിട്ടുള്ളത്. അവിടെയാണ് ധർമ്മത്തിന്റെ പ്രസക്തി, സനാതന ധർമ്മത്തിന്റെ പ്രസക്തി. അതിന് നമുക്ക് ധർമ്മസൂത്രങ്ങളുണ്ട്. കാലികമായി ധർമ്മത്തെ വ്യാഖ്യാനിക്കാൻ നേരത്തെ പറഞ്ഞു, സെമറ്റിക് സംവിധാനങ്ങളിൽ പഴയ പല്ലവി ആവർത്തിക്കുമ്പോൾ ഭാരതത്തിന്റെ ധർമ്മസൂത്രങ്ങൾ പഴയതാണെങ്കിലും അതിന്റെ വ്യാഖ്യാനങ്ങൾ കാലികമാണ്, വർത്തമാന കാലത്തിന് അനുയോജ്യമായിരിക്കണം. അന്നന്ന് കണ്ട് അതിനെ വാഴ്ത്തുന്നു മാമുനികൾ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. കാലത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുക. പണ്ട് ഉണ്ടായിരുന്നു എന്ന് പറയലല്ല നമ്മുടെ സ്വഭാവം, അല്ലെ? എൻ്റെ ഉപ്പായ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന്, ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറയുന്ന സ്വഭാവമല്ല. അന്ന് ധർമ്മസൂത്രം ഉണ്ടായിരുന്നെങ്കിൽ ആ ധർമ്മത്തിന് ഇന്നത്തെ കാലസ്ഥിതിക്കനുസരിച്ച് വ്യാഖ്യാനിച്ച് പ്രാവർത്തികമാക്കാനുള്ള പ്രായോഗിക പാഠവും നമുക്കുണ്ടായിരിക്കണം. ഇറ്റ് വാസ് എന്നല്ല, ഇറ്റ് ഈസ് എന്ന് മാത്രമല്ല, ഇറ്റ് ഈസ് ബീയിങ്. പ്രസന്റ് കണ്ടിന്യൂവസ് ടെൻസിനാണ് നമ്മൾ ധർമ്മത്തെ വ്യാഖ്യാനിച്ചത്. ഉണ്ടായിരുന്നു, ഉണ്ട്, ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു, ഉണ്ട് എന്ന അവസ്ഥ നിലനിന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു പ്രസന്റ് കണ്ടിന്യൂവസ് ടെൻസിൽ ധർമ്മത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് കാലികമായ പാഠവത്തിലൂടെ, കാലികമായ മനോനിലയിലൂടെ, വീക്ഷണകോണിലൂടെ ധർമ്മത്തെ വ്യാഖ്യാനിച്ചെടുക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഭാരതത്തിനുണ്ട്. പക്ഷേ അത് മുഴുവൻ ഇന്ന് നമുക്ക് നഷ്ടമാണ്. അത് മുഴുവൻ നഷ്ടപ്പെടുകയാണ്. നമ്മുടെ സ്തോത്രം പോലും ശാസ്ത്രം ചേർത്തുണ്ടാക്കിയപ്പോൾ, അറിവ് മുഴുവൻ ആധ്യാത്മികതയിലൂടെ സമന്വയിച്ച് നമുക്ക് തന്നപ്പോൾ ഇന്ന് ഏറ്റവും അധികം കൊഞ്ഞനം കുത്തുന്നത് ഭാരതത്തിലെ ഹിന്ദുവിൻ്റെ ആധ്യാത്മികതയെയാണ് എന്ന് മനസ്സിലാക്കണം. കാരണം ഹിന്ദുവിനെ മതമാക്കി ചുരുക്കുകയും
അതിനെ വിഭാഗീയമാക്കി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ കുട്ടി, ജനിച്ചു വീണ ഒരു കുട്ടിയെ നമ്മൾ വലിയമ്മമാരൊക്കെ പണ്ടുള്ളവർ പോയാൽ തൊട്ട് തലേ വെക്കും, നമസ്കരിക്കും, ഉണ്ണിമൂത്രം പുണ്യാഹെന്ന് പറയും. കുട്ടി ഈശ്വരനാണ്. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ എന്ന് പറഞ്ഞ പൂന്താനവും കുട്ടിയെ ഈശ്വരനായിട്ടാണ് കണ്ടത്. ഈശ്വരനായി കുഞ്ഞിനെ കണ്ട നമ്മുടെ നാട്ടില് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള സമീപനം എന്താണ്? ദൈവീകത കുഞ്ഞുങ്ങളിൽ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ 3-4 വയസ്സായ നമ്മുടെ കുട്ടികള് ക്രൂരമായി പീഡിപ്പിക്കപ്പെടുമായിരുന്നു. ആണോ പെണ്ണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത നമ്മുടെ പിഞ്ചു ജീവൻ, അവരെ പോലും കശക്കിയെറിയുന്ന അധമവൃത്തിയിലേക്ക് ഭാരതത്തിന്റെ ഈ സമൂഹം മാറുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ സംസ്കാരം എവിടെയോ ലോപിക്കുന്നു, നമ്മുടെ കാഴ്ചപ്പാട് എവിടെയോ കുറയുന്നു. അല്ലെങ്കിൽ മറ്റ് വികൃതമായ ചില സാംസ്കാരിക വശങ്ങളുടെ കലർപ്പ് നമ്മളുടെ സംസ്കാരത്തെ കലിപ്പിക്കുന്നു. ആ കലർപ്പിലുണ്ടാകുന്ന കലിപ്പിനെ മാറ്റാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കുട്ടികൾ, അമൃതസ്യ പുത്ര എന്ന് പറയുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ്. അവർക്ക് കിട്ടുന്നത് യഥാർത്ഥത്തിലുള്ള അറിവല്ല. അവർക്ക് കിട്ടുന്നത് ഗുരുനിന്ദ ചെയ്യാൻ അവർക്ക് പാഠങ്ങൾ കിട്ടുന്നുണ്ട്. മുതിർന്നവരെ ബഹുമാനിക്കാതിരിക്കാൻ അവർക്ക് നിർദ്ദേശങ്ങൾ കിട്ടുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ കള്ളിനും കഞ്ചാവിനും ലഹരിക്കും സ്ഥാനം വേണമെന്ന് വാശി പിടിക്കുന്ന നിർദ്ദേശകരുടെ ഒരു കൂട്ടം തന്നെ അവരുടെ പിന്നിലുണ്ട്. ആരുടെയൊക്കെയോ കൈവിരലുകളിലെ പാവകളായി നമ്മുടെ കുഞ്ഞുങ്ങൾ മാറുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരർഹിക്കുന്ന രീതിയിലുള്ള ഭാരതീയ സാംസ്കാരിക വിദ്യാഭ്യാസം കിട്ടുന്നില്ല എന്ന് നമ്മൾ പറയേണ്ടി വരും. ജാതീയമായ രീതിയിൽ നമ്മൾ വിഘടിക്കപ്പെടുകയാണ്. വർണ്ണവ്യവസ്ഥ ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞത് എന്താണ്? ഗുണകർമ്മ വിഭാഗശ എന്നാണ്. സാത്വികത ഏറ്റവും കൂടുതലുള്ള വിഭാഗങ്ങൾക്ക് അധ്യാപന വിജ്ഞാന സിദ്ധിയും ഉണ്ട്. ഇന്ന് സാത്വികതയുള്ളവനാണോ ഇവിടുത്തെ അധ്യാപകൻ? സാത്വികതയുള്ളവരാണോ അധ്യാപക വൃത്തിയിലേക്ക് പോകുന്നത്? നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ശമ്പളം കിട്ടുമെന്ന ആ ഒരു മനോനിലയാണോ അധ്യാപനത്തിന്റെ ജീവൻ എന്ന് പറയുന്നത്? ഗുരുകുലത്തില് അധ്യാപകന്റെയും അധ്യാപകന്റെ ഗുരുനാഥന്റെ കുടുംബത്തെയും തന്റെ കുടുംബമായി കണ്ട കുഞ്ഞുങ്ങൾ ഇന്നുണ്ടോ? കുഞ്ഞുങ്ങളെ വഴക്ക് പറഞ്ഞാല് കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ പോയിട്ട് അധ്യാപകനെ വിരട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ അധ്യാപകൻ തിരിച്ചു ചിന്തിക്കുമോ? അപ്പോൾ വിദ്യാഭ്യാസ മണ്ഡലം തന്നെ മോശമായി തുടങ്ങിയോ? ബ്രഹ്മചര്യത്തിന്റെ അത്തെളി പണ്ടുണ്ടായിരുന്നു ഇല്ലേ? ബ്രഹ്മചര്യ ആശ്രമത്തിന്റെ ആശ്രമങ്ങളിൽ വിദ്യാഭ്യാസത്തിനൊരു കാലഘട്ടം നീക്കി വെച്ചു. അന്ന് പറഞ്ഞത് ഗുരുവിന്റെ ഭാര്യയാണെങ്കിൽ പോലും സ്ത്രീകളുമായി പുരുഷന്മാർ, ആൺകുട്ടികളും പെൺകുട്ടികളും കൂടുതൽ ഇടപഴകരുത്. അപകടകരമായ ഒരു ട്രെൻഡാണത്. രഹസ്യപുത്രി വർജ്യ. സ്വന്തം അച്ഛനാണെങ്കിൽ പോലും പ്രായപൂർത്തിയായ കുഞ്ഞുങ്ങളുടെ അടുത്ത്, പെൺകുട്ടികളുടെ അടുത്ത് കിടക്കരുത്. കാരണം മനസ്സ് ഒരു മാന്ത്രിക കുതിരയാണ്. പകുതിയുറക്കത്തിൽ മനസ്സിന്റെ ബുദ്ധിയുടെ താളം എവിടെയാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല. അടിസ്ഥാനപരമായി കവിയും ഹന്ത മനുഷ്യനല്ലയോ? പക്ഷേ എന്ത് സംഭവിച്ചു? ആ വിദ്യാഭ്യാസ വ്യവസ്ഥിതി താറുമാറായി. ഇന്ന് കഴിഞ്ഞ 4 ദിവസം മുൻപ് ചാനൽ ചർച്ചയിൽ നിങ്ങൾ കേട്ട് കാണും. സ്കൂളില് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി 17 വയസ്സുകാരൻ 17 വയസ്സായ ഒരു പെൺകുട്ടി പാട്ടുപാടി ഇറങ്ങി വന്നപ്പോൾ എല്ലാവരും കാണുക ആലിംഗനം ചെയ്യുന്നു. ആലിംഗനം ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബുദ്ധിജീവികൾ ചീത്ത പറയും. കാരണം ഹഗ്ഗിയാണ്, ഹഗ്ഗി. ഈ ആലിംഗനം ചെയ്ത അതിന്റെ ഫോട്ടോ എടുത്ത് 1000 പേർക്ക് ഇൻസ്റ്റാഗ്രാമില് ഫോളോവേഴ്സിന് ഫോട്ടോ ഇട്ട് കൊടുത്തു. പെൺകുട്ടിക്ക് കംപ്ലൈന്റ് ഇല്ല, ആൺകുട്ടിക്ക് കംപ്ലൈന്റ് ഇല്ല. പക്ഷേ സ്കൂൾ അധികൃതർ കംപ്ലൈന്റ് ആക്കുകയാണ്. അവനെ സസ്പെൻഡ് ചെയ്യുന്നു. ചർച്ച വന്നപ്പോൾ, ചാനൽ ചർച്ച വന്നപ്പോൾ സ്കൂൾ അധികൃതർ, സ്കൂളിന്റെ സെക്രട്ടറി ഒറ്റയ്ക്ക്, ചാനൽ മുതൽക്ക് ബാക്കി എല്ലാവരും ഒരുമിച്ച് എന്താ അങ്ങനെ ചെയ്താല്? കുട്ടിയുടെ സ്വാതന്ത്ര്യമല്ലേ? സദാചാരം എന്ന് പറയുന്നത്, സഭ്യത എന്ന് പറയുന്നത് നമ്മുടെ മൂല്യമാണ്, നമ്മുടെ മുഖ്യ വിഷയമാണെന്ന് വിശ്വസിച്ചവരാണ് നമ്മൾ. സനാതന ധർമ്മത്തിന്റെ ധർമ്മം എന്ന വാക്ക് മൂല്യങ്ങളുടെ സഞ്ചയത്തെ സൂചിപ്പിച്ചിരുന്നെങ്കിൽ ആ മൂല്യങ്ങളിൽ ഒന്ന് സഭ്യതയും സദാചാരവുമായിരുന്നു, സ്നേഹവും ത്യാഗവുമായിരുന്നു, നിസ്വാർത്ഥതയും സേവനവുമായിരുന്നു. പക്ഷേ ഇന്ന് സദാചാരവും സഭ്യതയും കളഞ്ഞു കുടിച്ചുകൊണ്ട് നമ്മുടെ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ എവിടെ വേണമെങ്കിലും നിന്ന് ഉമ്മ വയ്ക്കാം, കെട്ടിപ്പിടിക്കാം. ഒരു കുട്ടി മറ്റൊരു കുട്ടിയെ ആലിംഗനം ചെയ്തു, 2 പേർക്കും കംപ്ലൈന്റ് ഇല്ല. ഓക്കെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പക്വത എത്താത്ത
10-നും 15-നും 17-നും ഒക്കെ ഇടയ്ക്ക് പ്രായമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും വേറെയുണ്ട്. ഏതെങ്കിലും ആൺകുട്ടിക്ക് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ അവിടെ വെച്ച് അല്ലെങ്കിൽ മറ്റൊരു പൊതുസ്ഥലത്ത് വെച്ച് ആലിംഗനം ചെയ്യണമെന്ന് തോന്നിയാൽ അത് ആ പെൺകുട്ടിക്ക് ഇഷ്ടമല്ലെന്നിരിക്കട്ടെ, ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം? ആ കുട്ടിയുടെ മനഃശാസ്ത്രത്തെ വരെ ബാധിക്കുന്ന ഒരു കറയായി, ഒരു ഹോണ്ടിങ്, മനസ്സിന്റെ ഉള്ളില് ഒരു ഭൂതത്തെ പോലെ മനസ്സിനെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു കറുത്ത നിഴലായി ആ കുട്ടിയുടെ മനസ്സിൽ അത് ആജീവനാന്തം ഉണ്ടായിരിക്കും. ഇതാണോ സ്വാതന്ത്ര്യം? ഇതാണോ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ? ഫറൂഖ് കോളേജിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിരിക്കാൻ സമ്മതിച്ചില്ല എന്ന് കംപ്ലൈന്റ്, മെഡിക്കൽ കോളേജിൽ കംപ്ലൈന്റ്, ക്ലാസ് റൂമിൽ ക്ലാസ് പഠിക്കാൻ ചെല്ലുമ്പോ, ക്ലാസ്സിലെ ലെക്ചർ കേൾക്കാനിരിക്കുമ്പോ, നോട്ട് എഴുതാനിരിക്കുമ്പോൾ എൻ്റെ അടുത്തൊരു പെൺകുട്ടി തന്നെ ഇരിക്കണം, എൻ്റെ അടുത്തൊരു ആൺകുട്ടി തന്നെ ഇരിക്കണം എന്നാണോ ഇവർ ചിന്തിക്കേണ്ടത്? അതാണോ നോക്കേണ്ടത്? ടീച്ചർ എന്താ പറയണത് എന്നാണോ ശ്രദ്ധിക്കേണ്ടത്? പക്ഷെ പകരം നമ്മുടെ ബുദ്ധിജീവി സംസ്കാരത്തെ കലർപ്പുണ്ടാക്കിക്കൊണ്ട് കളങ്കപ്പെടുത്താൻ ബോധപൂർവം ശ്രമിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ശ്രമിക്കാൻ വേണ്ടി സാധാരണ കുട്ടികളെ തന്ത്രപൂർവം ഉപയോഗിക്കുന്ന ഒരു കോക്കസ്, ആ കോക്കസ് ആണ് ചെയ്യുന്നത്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നും ഇരുന്നോണ്ടൊന്നും സംഭവിക്കില്ല, ഞാനും പറയുന്നു. പക്ഷെ ഇത് മറ്റ് പക്വതയില്ലാത്ത കുട്ടികളുടെ കണ്ണിൽ പെടുമ്പോൾ അവർ എന്ത് ചെയ്യും എന്നതാണ് നമ്മൾ ഓർക്കേണ്ടത്. ഒരു കാര്യം മാതൃകാപരമാകണം, അത് തെറ്റായ രീതിയിലേക്കുള്ള ഒരു ചൂണ്ടുവിരലായിട്ട് മാറരുത്. അവിടെയാണ് നമ്മള് ഇപ്പൊ വർണ്ണവ്യവസ്ഥ പറഞ്ഞു. വർണ്ണവ്യവസ്ഥയിൽ സാത്വികം കൂടിയ അധ്യാപനം, സാത്വികം കഴിഞ്ഞ് രാജസം കൂടുകയും പിന്നെ സാത്വിക താമസം വരികയും ചെയ്യുമ്പോൾ അത് ക്ഷത്രിയരായി ശൂരവീര പരാക്രമികള്. രാജസം കൂടുകയും താമസ സാത്വികം വരികയും ചെയ്യുമ്പോൾ വൈശ്യവിഭാഗം, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല കാര്യമായിട്ട്. പിന്നെ താമസ സ്വഭാവം മാത്രം വരുമ്പോഴോ യുവേഴ്സ് ഒബീഡിയന്റ്ലി യെസ് സർ എസ് സർ 3 bags full, എന്താ വേണ്ട ചാവാം, പറഞ്ഞത് അങ്ങോട്ട് കേൾക്കാം. അവർക്ക് ഐഡന്റിറ്റി ഇല്ല, പറഞ്ഞത് ചെയ്യാനേ പറ്റൂ, സ്വന്തമായി തീരുമാനങ്ങൾ എടുത്ത് ചെയ്യണമെങ്കിൽ അവര് ശൂദ്ര വിഭാഗം എന്ന് പറഞ്ഞു. പക്ഷെ ഇത് പിൽക്കാലത്ത് എന്തായി മാറി? മനുഷ്യന്റെ സ്വാർത്ഥതയും പണക്കൊതിയും വന്നപ്പോൾ നാരായണായ നമയ്ക്ക് പകരം ഹിരണ്യായ നമ പറയാൻ തുടങ്ങിയപ്പോൾ ഇതെന്തായി മാറി? സ്വാർത്ഥതയായി, ജാതിയുടെ ചേരി തിരിവുകളായി, അധകൃതനും സവർണനും അവർണനും ഒക്കെ ആയിട്ട് മാറി. പക്ഷെ ഇത് ഉണ്ടായപ്പോഴും ഇതിനെതിരെ പ്രതികരിച്ചത് ഭാരതമാണ്. ഭാരതത്തിലുണ്ടായ അനാശാസ്യമായ ജാതി വ്യവസ്ഥക്കെതിരെ കൃത്യമായ രീതിയിൽ പ്രതികരിക്കാൻ കഴിഞ്ഞത് കേരളത്തിന്റെ വലിയൊരു അഭിമാനമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ആചാര്യന്മാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, അതുണ്ട് പിന്നീട്. അതിനു മുൻപ് ലോകത്തിൽ ജാതി വ്യവസ്ഥക്കെതിരെ ഏറ്റവും വലിയ ഐതിഹ്യം എന്താണെന്ന് ചോദിച്ചാൽ എന്റെ നാട്ടുകാരിൽ, എന്റെ നാടെന്ന് പറയാവുന്ന വള്ളുവനാടൻ സംസ്കാരത്തിൽ ഉരുത്തിരിഞ്ഞ പറയപെറ്റ് വന്തിരുകുലത്തിന്റെ കഥ. എന്റെ നാട്ടുകാരനായ പാക്കനാരെ ദൈവമായിട്ട് കാണുന്നവരാണ് അവര്. പാക്കനാർക്ക് കോവിലുണ്ട്. പറയപെറ്റ് മന്ദിരകുലത്തിൽ ഒരച്ഛനും അമ്മയ്ക്കും 12 തരത്തിലുള്ള മക്കളുണ്ടെങ്കിൽ 12 മക്കളെ പെറ്റ ഒരു അമ്മേ എന്ന് പാട്ട് പാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവിടെ ജാതിക്ക് അതീതമായ ഒരു വലിയ സംസ്കാരം കെട്ടിപ്പടുക്കുന്നതിന്റെ ആവശ്യകത ഊന്നിക്കൊണ്ടാണ് അത്തരം ഒരു ലെജൻഡ്, അത്തരം ഒരു ഐതിഹ്യം നമുക്കുണ്ടായത്. പക്ഷേ ഐതിഹ്യം നമ്മൾ പാട്ടുപാടാൻ എടുത്തു, ഐതിഹ്യം പാട്ടാക്കി, ഐതിഹ്യം കവിതയാക്കി, ഐതിഹ്യം വലിയ ബാനറുകളിൽ എഴുതി വെച്ചു. പക്ഷേ മനസ്സുകൊണ്ട് ജാതി തിരിച്ചു. ആരാ തിരിച്ചത്? ഇല്ലാതാക്കാൻ ശ്രമിച്ച ജാതിയെ തിരിച്ചുകൊണ്ട് ഹൈന്ദവ ജനതയെ വിഘടിപ്പിക്കാൻ ശ്രമിച്ചത് ചില്ലറ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, ചില്ലറ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി, മറ്റ് ചില അധികാര മോഹങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷെ എന്തിനതിൽ നമ്മൾ വീഴുന്നു? അങ്ങനത്തെ സ്ഥലത്ത്, അങ്ങനത്തെ സന്ദർഭത്തിലാണ് നമുക്ക് പറയേണ്ടി വരുമോ തമസോമ ജ്യോതിർഗമയ. ജാതിയുടെ ഈ ചേറിലേക്ക് മാറിപ്പോകാതെ വ്യക്തിയുടെ താമരയായി മാറാൻ മനുഷ്യന്, വ്യക്തിത്വത്തിന്റെ താമരയായി മാറാൻ മനുഷ്യന് കഴിയണമെന്ന സന്ദേശം പറഞ്ഞുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കണം തമസോമ ജ്യോതിർഗമയ. ഭക്തി, ഭാരതത്തിന്റെ ഏറ്റവും വലിയ ഒരു സമ്പന്നതയാണ് ഭക്തി. ആ ഭക്തിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൈക്കോളജി. ഏറ്റവും വലിയ മനഃശാസ്ത്രം എന്താണെന്ന് ചോദിച്ചാൽ ഭാരതത്തിന്റെ ആധ്യാത്മികതയാണ്. ഭഗവാനെ ശകാരിക്കാനുള്ള അവകാശം ലോകത്തേത് മതത്തിലാണ് ഉള്ളത്? ആർക്കെങ്കിലും ധൈര്യമുണ്ടോ സെമറ്റിക് മതങ്ങളിലെ ആ ദൈവസങ്കല്പങ്ങളെ ചീത്ത പറയാൻ? പക്ഷെ നമുക്ക് ഭഗവാൻ നമുക്കൊരു ദുഃഖം തരുമ്പോ ഭഗവാൻ ഇഷ്ടപ്രകാരം നമ്മൾ ചീത്ത പറയും. ഗുരുവായൂർ അമ്പലത്തിൽ ഭഗവാന്റെ നടക്കൽ എന്നിട്ട് എത്ര ആൾക്കാർ ചീത്ത പറയും. എന്നാലും എന്നോട് ഇത് വേണ്ടിയിരുന്നോ? എന്തിനാ അതൊക്കെ ചെയ്ത്?
ഞാൻ എന്തൊക്കെ ചെയ്തു, എന്തിനാ ചീത്ത പറയും. പക്ഷെ ആ ചീത്ത പറഞ്ഞാൽ മനസ്സിലൊരു കഥാർസിസ് എന്ന് പറയും, മനസ്സിന്റെ ടെൻഷൻ ഒഴിയുകയും കുറച്ചു കഴിയുമ്പോൾ വീണ്ടും ഉൾക്കണ്ണു തുറന്ന് അതേ ഭഗവാനെ നമ്മൾ അവിടെ നിറയ്ക്കുകയും ചെയ്യും. അപ്പൊ ഇത്രയും വലിയൊരു മനഃശാസ്ത്രപരമായ ഒറ്റമൂലി ഭാരതത്തിലെ ഭക്തി ഗുരു കൊടുങ്ങല്ലൂർ നടക്കില്ലേ. കൊടുങ്ങല്ലൂർ നടക്കില് ഭരണിപ്പാട്ട് പാടുക എന്നുള്ളത് ഒരു സ്ഥിതിയാണ് അല്ലേ. ഭരണിപ്പാട്ട് തെറിപ്പാട്ടാണ്. എന്തുകൊണ്ടാണ് ഈ കൊല്ലത്തിൽ ഒരിക്കലും ഭരണിപ്പാട്ട് പാടാൻ സാധിച്ചത്? സഭ്യതയും സദാചാരവും നമ്മുടെ സംസ്കാരമായിട്ട് പോലും എന്തുകൊണ്ട് ഭരണിപ്പാട്ട് പാടാൻ സാധിച്ചു? അവിടെയാണ് മനുഷ്യന്റെ സൈക്കോളജി. എവിടെയൊക്കെയോ കാമം ഉള്ളിൽ അമർന്നു കിടക്കുമ്പോൾ, അമർന്നു കിടക്കുന്ന കാമം അത് ഉപയോഗിക്കപ്പെടാഞ്ഞാൽ രോഗങ്ങളായി മാറും, സമൂഹത്തിനോട് അക്രമാത്മക സ്വഭാവമായിട്ട് മാറും, പീഡന സ്വഭാവമായിട്ട് മാറും. പല പ്രശ്നങ്ങളുണ്ട്. ആ കാമത്തിന്റെ കഴുതയുടെ കാമം കരഞ്ഞു തീരാന്ന് പറയും. അതുപോലെ മനുഷ്യന്റെ ഉള്ളിൽ ഇഴുകി നിൽക്കുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന കാമത്തെ പറഞ്ഞു തീർക്കുക എന്നതാണ് കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിലുണ്ടായിരുന്നത്. ഇതിലും വലിയ സൈക്കോളജി എവിടെയാ ഉള്ള ലോകത്തില്? ഇതിനുള്ള സ്വാതന്ത്ര്യം എവിടെയാ ഉള്ള ലോകത്തില്? പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ, ഈ വലിപ്പം മനസ്സിലാക്കാതെ, ഈ ഗരിമ മനസ്സിലാക്കാതെ, ഈ സൈക്കോളജിയും ശാസ്ത്രീയതയും മനസ്സിലാക്കാതെ ഇതിനെ മുഴുവൻ മോശമായി വ്യാഖ്യാനിച്ച് ഹൈന്ദവ സങ്കല്പത്തെ താറടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വളരുന്ന യുവജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ ഒന്നുമല്ല, നിങ്ങൾ മോശമാണ് എന്ന് വരുത്തി തീർക്കുന്ന സമ്പ്രദായങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ദിക്കിലേക്ക് ചൂണ്ടിക്കാട്ടി നമുക്ക് പറയാൻ സാധിക്കണം, തമസോമ ജ്യോതിർഗമയ. ആദ്യം പഠിക്കുക, പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അത് എന്ത് ചെയ്യണോ അത് ചെയ്യുക. കുടുംബം ഭാരതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കുടുംബം എന്ന സങ്കല്പം. ഭാരതത്തിന്റെ സമൂഹത്തിന്റെ വികാസം എന്താണ്? ആദ്യം വ്യക്തിയുടെ വികാസം ശരീരം, മനസ്സ്, ബുദ്ധി, ആത്മാവ്. ഈ നാലിന്റെയും ക്രമാനുഗതമായ വികാസത്തിലൂടെ പരമാത്മാവിലേക്ക് എത്തുക. ആ വ്യക്തിയുടെ വികാസം എങ്ങനെയാണ്? വ്യക്തിത്വത്തിന്റെ വികാസമാണിതെങ്കിൽ വ്യക്തിയുടെ വികാസം, വ്യക്തി കുടുംബമായി, കുടുംബം സമൂഹമായി, സമൂഹം രാഷ്ട്രമായി, രാഷ്ട്രത്തിൽ നിന്ന് ലോകത്തിലേക്ക്, വീണ്ടും അവസാനം ഈശ്വരനിലേക്ക്. അപ്പൊ ഭാരതത്തെ സംബന്ധിച്ച് ഏറ്റവും വലുത് വ്യക്തിയുടെ കുടുംബവും രാഷ്ട്രബോധവുമാണ്. നിർഭാഗ്യവശാൽ പടിഞ്ഞാറൻ നാടുകളിൽ അവരുടെ സംസ്കാര പഠനങ്ങളിലും അഡ്മിനിസ്ട്രേഷൻ, അവരുടെ ഭരണ സമ്പ്രദായങ്ങളിലും കുടുംബത്തിനല്ല പ്രാധാന്യം, രാഷ്ട്രത്തിനല്ല പ്രാധാന്യം. അവർക്ക് രാജ്യം അല്ലെങ്കിൽ ദേശത്തിനാണ് പ്രാധാന്യം, ഭൂമിക്കാണ് പ്രാധാന്യം. അവരുടെ സന്തോഷങ്ങളും അവരുടെ സങ്കല്പങ്ങളും വെറും ഭൗതികമാണ്. അപ്പൊ അവിടെ കുടുംബം കെട്ടുപാടുകളും ത്യാഗവും സ്നേഹവും വേണ്ടതാണ്, അതിനവിടെ പ്രസക്തിയില്ല. അപ്പൊ കുടുംബം എന്ന സങ്കല്പമില്ല അവർക്ക്, രാഷ്ട്രം എന്ന സങ്കല്പമില്ല. പക്ഷെ ഭാരതത്തിന്റെ സംസ്കാരത്തെ നിലനിർത്തിയതാരാണ്? കുടുംബം. ആ കുടുംബത്തിൽ നിന്നാണ് ആചാരങ്ങൾ പിറന്നു വീണത്. ആ കുടുംബങ്ങളാണ് ആചാരങ്ങളെ വളർത്തിക്കൊണ്ടുവന്നത്, പുലർത്തിക്കൊണ്ടുവന്നത്. ആ കുടുംബമാണ് രാഷ്ട്രത്തിന്റെ കാതല്. ഇന്ന് നമ്മൾ കാണുന്നത് ഭാരതീയതയെ നശിപ്പിക്കാൻ വേണ്ടി, ഭാരതീയതയ്ക്ക് കടയ്ക്കൽ കോടാലി വെക്കാൻ വേണ്ടി നമ്മുടെ കുടുംബ സങ്കല്പങ്ങളെ നിഷ്കരണം തകർത്തെറിയുകയാണ്. കുടുംബത്തെ നിഷേധിക്കാൻ വ്യക്തിക്ക് മാതാപിതാക്കളോടോ കുടുംബാംഗങ്ങളോടോ യാതൊരു കൂറും വിധേയത്വവും വേണ്ട, സ്നേഹം വേണ്ട എന്ന് ആവർത്തിച്ച് വ്യക്തികളോട് ഉദീരണം ചെയ്തുകൊണ്ട് വ്യക്തികളെ വേർപെടുത്തുകയാണ് കുടുംബങ്ങളിൽ നിന്ന്. മതപരിവർത്തനത്തിന്റെ പേരിലായാലും, പീഡന ശ്രമങ്ങളുടെ പേരിലായാലും, ചുംബന സമരങ്ങളുടെ പേരിലായാലും നമ്മൾ കാണുന്നത് തകർക്കപ്പെടുന്ന കുടുംബങ്ങളെയാണ്. ആ കുടുംബം തകർക്കലിലൂടെ പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും കൊണ്ട് വ്യക്തികളെ പറിച്ചെടുത്തുകൊണ്ട് ഒരു സമൂഹത്തിലെ കുടുംബ വ്യവസ്ഥയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. നമുക്ക് എന്താ ഏറ്റവും വലുത്? പണ്ട് ആചാരങ്ങൾ ഉണ്ടായിരുന്നു, നമശിവായ ചെല്ലുമായിരുന്നു, ക്ഷേത്ര ദർശനം ഉണ്ടായിരുന്നു. രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയി വന്നിട്ടില്ലെങ്കിൽ നാവില് വെള്ളം വെക്കാൻ സമ്മതിക്കില്ലായിരുന്നു എൻ്റെ അമ്മമ്മ. ചായ കുടിക്കണമെങ്കിൽ അമ്പലത്തിൽ പോയി വരണം, ചുരുങ്ങിയ പക്ഷം വഴിയിൽ നിന്ന് വല്ലവൻ്റെയും കയ്യിൽ നിന്ന് ഒരു കുറിയെങ്കിലും വാങ്ങിച്ചിട്ട് വരണം. അത്രയെങ്കിലും കളത്തരമെങ്കിലും ചെയ്തുകൊണ്ട് ഈശ്വര പ്രാർത്ഥന നടത്തണമായിരുന്നു. ഇന്ന് അതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു. സാങ്കേതിക സംവിധാനങ്ങളുടെ ബാഹുല്യം കൊണ്ടാകാം, ജോലി തിരക്ക് കൊണ്ടാകാം. പക്ഷേ ജോലി തിരക്കിലും നമ്മൾ പലതിനും സമയം കണ്ടെത്തുമ്പോൾ, സിനിമ കാണാൻ സമയമുണ്ട്, സീരിയൽ കാണാൻ സമയമുണ്ട്, സാരി വാങ്ങാൻ സമയമുണ്ട്. ഇതിനെല്ലാത്തിനും സമയം കണ്ടെത്തുന്ന മനുഷ്യൻ ആധ്യാത്മിക കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുന്നില്ല.
അവിടെയാണ് തകർച്ച തുടങ്ങുന്നത്. അത്തരം വീടുകളിലെ കുട്ടികൾ പ്രലോഭിപ്പിക്കപ്പെടുന്നു. ആചാരങ്ങളില്ലാത്ത കുട്ടി സ്വന്തം സ്വത്വത്തെ മറക്കുകയാണ്, മനസ്സിലാക്കുന്നില്ല എന്താണ് ഹിന്ദുത്വം, എന്താണ് ഭാരതീയ സംസ്കാരം, എന്താണ് ഭാരതം എന്ന് മനസ്സിലാക്കാതെ വളരുന്നവരാണ് നമ്മുടെ കുട്ടികളിൽ അധികവും. ഇവിടെ തന്നെ ഞാൻ ചോദിക്കട്ടെ, എത്ര കുട്ടികളാണ് 35 വയസ്സിൽ താഴെയുള്ള എത്ര പേർ നമ്മുടെ ആധ്യാത്മിക പരിപാടികളിൽ വരുന്നുണ്ട്, ഭാഗവത സപ്താഹം കേൾക്കാൻ വരുന്നുണ്ട്, മതപാഠശാലകളിൽ എത്ര കുട്ടികൾ പോകുന്നുണ്ട്? പലപ്പോഴും എണ്ണം കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാം. കാരണം നമ്മുടെ കുട്ടികൾക്ക് ട്യൂഷൻ പഠിച്ച് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടി, എങ്ങനെയെങ്കിലും ഒരു ജോലി മേടിച്ച് പിന്നെ സ്വന്തം കാര്യം സിന്ദാബാദ് വിളിക്കണം. അച്ഛനെയും അമ്മയും കുറച്ചു കാലം കഴിഞ്ഞാൽ ഗുരുവായൂർ പടിഞ്ഞാറേ നടക്കില് കൊണ്ട് തള്ളിവിടുകയും വേണം, വൃദ്ധസദനങ്ങളിലേക്ക് വിടണം. അതിനുവേണ്ടി നമ്മള് മുണ്ട് മുറുക്കിയെടുത്ത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും. ട്യൂഷൻ രാവിലെ, ട്യൂഷൻ വൈകുന്നേരം. മറ്റു മതസ്ഥര് സ്വന്തം കുഞ്ഞുങ്ങൾക്ക് മതം പറഞ്ഞു കൊടുത്തപ്പോൾ, സ്വന്തം കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഗ്രന്ഥങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ നമ്മുടെ കുട്ടികൾ നിസ്സഹായരായി നിൽക്കുകയാണ്. അവർക്ക് നിഷേധിക്കാൻ അറിയാം, ആചാരം വേണ്ട എന്ന് പറയാൻ അവർക്ക് ധൈര്യമുണ്ട്. അത്തരം കുട്ടികളാണ് മതപരിവർത്തനത്തിന് വിധേയരാകുന്നത്. പ്രേമത്തിന്റെ കെണിയിൽപ്പെട്ടുകൊണ്ട് മറ്റു മതങ്ങളിലേക്ക് പലായനം ചെയ്യുന്നവര്, പരാവർത്തനം ചെയ്യുന്നവരെ നമ്മൾ കാണുന്നുണ്ട്. എന്തുകൊണ്ട് സംഭവിക്കുന്നു? പ്രണയം വേണ്ട എന്ന് ആരും പറഞ്ഞിട്ടില്ല. സ്നേഹത്തെ കരുതി സ്വയം കഴുകിൽ 100 ആവർത്തിച്ച് അത്തിയിടുവൻ എന്നൊക്കെ കവി പറഞ്ഞ്, സ്നേഹമാണ് അഖില സാരം മൂഴിയിൽ എന്നാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആശാൻ പറഞ്ഞത്. പക്ഷേ എവിടെയാണ് സ്നേഹത്തിന് അക്കിടി പറ്റിയത്? ആ സ്നേഹം സ്വാർത്ഥതയായിട്ട് മാറുകയാണ്, ആ സ്നേഹം കാമമായിട്ട് മാറുകയാണ്. പ്രണയത്തിന്റെ പേരിൽ നമ്മുടെ പെൺകുട്ടികൾ കുടുക്കപ്പെടുമ്പോൾ അവിടെ അവർ നിവേദിക്കുന്നത് സ്വന്തം ശരീരമായിരിക്കും. അതിനുശേഷമാണ് വിവാഹം വരുന്നത്. വിവാഹം കഴിക്കണമെങ്കിൽ നീ എന്റെ മതത്തിലേക്ക് വരണം എന്ന് വാശി പിടിക്കുന്നവൻ അവൻ യഥാർത്ഥത്തിൽ സ്നേഹമാണോ? പെൺകുട്ടിയുടെ വീട്ടുകാരെ തഴഞ്ഞുകൊണ്ട് പറിച്ചെറിഞ്ഞുകൊണ്ടല്ലേ പഴയ ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ വരി കടമെടുത്താല്, പിൻവിളി വിളിക്കാതെ മിഴിനാരുകൊണ്ട് എന്റെ കഴല് കെട്ടാതെ എന്നെ അമ്മയെ പടിവാതി ചാരി തിരിച്ചു പോയിക്കോളൂ എന്നൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് പറിച്ചെറിഞ്ഞു പോവുക. ഞാൻ മതം മാറുകയാണ്. മതം മനസ്സിലാക്കി മാറുന്നതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വിമർശ ചെയ്തത് അശേഷേണായ തേച്ചസിതാകുരോന്നാണ് അത് പഠിച്ചിട്ട് പോണത്. ഇത് പ്രേമം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. പ്രേമം ഉണ്ടാക്കുകയാണ്, അവിടെയാണ് പ്രശ്നം. 30 കൊല്ലം കോളേജിൽ പഠിപ്പിച്ച ആളാ ഞാൻ, മിക്സഡ് കോളേജില്. എടി അവൻ എന്നെ നോക്കണ് കാണാനില്ലേ, നിനക്കൊന്ന് നോക്കിക്കൂടെ? കുട്ടി നോക്കില്ല, ഹിന്ദു പെൺകുട്ടിയാണ്, നോക്കില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും പറയും, എത്ര ദിവസമായി ഒന്ന് നോക്കിയാ എന്താ, ഒന്ന് ചിരിച്ചുകൂടെ നിനക്ക്, ചോദിക്കണേ, എന്നെ മറുപടി പറഞ്ഞൂടെ നിനക്ക്? അങ്ങനെ പറഞ്ഞ് അവസാനം എന്തായി? പിരികേറ്റി പ്രേമം ഉണ്ടാവുകയല്ല, ഉണ്ടാക്കുകയാണ്. അങ്ങനെ ആ പ്രേമത്തിലൂടെ കുട്ടി ട്രാപ്പ് ചെയ്യപ്പെട്ടിട്ട് മതം മാറ്റപ്പെടും. എന്തിനു മതം മാറേണ്ടത്? മതം മാറാതെ ജീവിച്ചൂടെ? അന്യപുരുഷനെ കല്യാണം കഴിച്ച് മതം മാറാതെ അതുമല്ല. ഇനി ഇത് മാറിക്കഴിഞ്ഞാലോ? കാനനച്ചായയിൽ ആടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ എന്ന് പറഞ്ഞ് ഒരു തീവ്രവാദ വിഭാഗത്തിന് കഞ്ഞിയും കറിയും വെക്കാനാണോ നമ്മുടെ പെൺകുട്ടികൾ പോകേണ്ടത്? ഇന്റർകാസ്റ്റ് ഇന്റർ റിലീജിയസ് വിവാഹത്തിനല്ല നമ്മളെതിര്. ആ വിവാഹത്തിന്റെ പേരിൽ എട്ടും പൊട്ടും തിരിയാത്ത ഒരു പെൺകുട്ടിയെ ചതിച്ചുകൊണ്ട് ഇവിടെ പശുവിനെ കൊല്ലുക, അവിടെ ആടിനെ മേയ്ക്കുക. അതാണോ നമുക്ക് വേണ്ടത്? കാനച്ചായിൽ ആട് മേയ്ക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ എന്ന് പാവം ചന്ദ്രിക, പാവം രമണനോട് ചോദിച്ചപ്പോ വെറും ആട്ടിടയനായ രമണൻ പറഞ്ഞത് എന്താ? പാടില്ല, നമ്മൾ പാടേ മറന്നു ഒന്നും ചെയ്തുകൂടാന്നാണ്. ആ രമണന് പോലും ആ ബുദ്ധി ഉണ്ട്. ഇതല്ല അച്ഛനും അമ്മി തട്ടി. അഖിലയുടെ കാര്യം നമുക്കറിയാം. അഖിലയുടെ കാര്യത്തിൽ അഖില പോയത് ശരിയോ തെറ്റോ എന്നത് അവിടെ നിൽക്കട്ടെ. അഖില പോയി കഴിഞ്ഞപ്പോൾ നടന്ന സംഗതികളാണ് നമ്മുടെ വിഷമം. 18 വയസ്സായ പെൺകുട്ടിക്ക് സ്വന്തം അച്ഛനെയും അമ്മയെയും പറിച്ചെറിയാനുള്ള അവകാശമാണ് സ്വാതന്ത്ര്യം എന്ന് സിദ്ധാന്തിക്കുന്ന സമൂഹത്തിലെ ചില ബുദ്ധിജീവികളുടെ നിലപാട്, സാംസ്കാരിക നായകരുടെ നിലപാട്, അതാണ് നമുക്ക് അസഹ്യം. 23 കൊല്ലം വളർത്തിക്കൊണ്ടുവന്ന, നെഞ്ചിലെ പാലാഴി കൊടുത്ത് നെഞ്ചത്ത് അമ്മിഞ്ഞപ്പാല് കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന അമ്മ സ്വന്തം മകളുടെ ജീവിതത്തിലെ നിർണായകമായ 2 തീരുമാനങ്ങൾ, ഒന്ന് മതം മാറ്റം, ഒന്ന് വിവാഹം. ഈ 2 തീരുമാനങ്ങൾ അറിയുന്നില്ല. അറിഞ്ഞാലല്ലേ എതിർക്കുക. അതറിയാനുള്ള അവകാശം പോലും പെറ്റ തള്ളയ്ക്കില്ല എന്ന് പറയുമ്പോൾ ലീഗൽ സ്വാതന്ത്ര്യമാണോ? അവിടെ മനുഷ്യാവകാശമാണ് ലംഘിക്കപ്പെട്ടത്, അമ്മയുടെ അവകാശം. ഇതിലൂടെ സംഭവിക്കുന്നത് എന്താണ്? അഖിലയെ നമുക്ക് വിടാം, ഹാദിയായി പോയിക്കോട്ടെ. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത്, ഇത്തരം കാര്യങ്ങളിലൂടെ നമ്മൾ കാണുന്നത്
ഹൈന്ദവ കുടുംബങ്ങളിലെ ശിഥിലീകരണങ്ങൾ ഉണ്ടാവുകയാണ്. പോയ പെൺകുട്ടി പറയുന്നത്, ഞാൻ മാത്രം പോയാൽ പോരാ, എൻ്റെ അച്ഛനും അമ്മയും കൂടി മതം മാറി വരണം. ആ പെൺകുട്ടികളെ ഉപയോഗിക്കുന്നത് എന്തിനാണ് എന്ന് എന്നെ പറയാണ്. അതിതീവ്രം. നമ്മൾ മതങ്ങൾക്ക് എതിരല്ല, മതങ്ങളെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ അതിതീവ്ര മത ചിന്തകളിലൂടെ ലോകത്തെ മുഴുവൻ ക്രൂരമായി ഹിംസിക്കാനുള്ള ശ്രമത്തിലേക്ക് ഈ പാവം പെൺകുട്ടികളെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ സംസ്കാരം തകർക്കാൻ ശ്രമിക്കുന്നു, കുടുംബം തകർക്കാൻ ശ്രമിക്കുന്നു. കുടുംബത്തിലൂടെ രാഷ്ട്രത്തിന്റെ സുരക്ഷ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. അവിടെയാണ് ട്യൂഷൻ പഠിപ്പിച്ച് നമ്മുടെ കുട്ടികൾക്ക് മതപാഠശാലയിലേക്ക് വിടാത്തതിൻ്റെ പ്രശ്നം നമ്മൾ കാണുന്നു. ഒറ്റ കുട്ടികൾ പോകുന്നില്ല മതപാഠശാലയിൽ എന്നാണ് കംപ്ലൈൻറ്റ്. പലരും പറയാറുണ്ട് കുട്ടികൾ വരുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ 25-ാം തീയതി പാറശാലയ്ക്കടുത്ത് കന്യാകുമാരി ജില്ലയിലെ ഒരു ക്ഷേത്രത്തിലെ ഒരു ആധ്യാത്മിക പ്രഭാഷണത്തിന് ഞാൻ പോയിരുന്നു. അവിടെ ഒരു മതപാഠശാല നടക്കുന്നു. 65 കിണ്ണം കാച്യമായിരുന്ന കുട്ടികളാണ് അവിടെ. അയ്യോ, കരഞ്ഞു പോകും സന്തോഷം കൊണ്ട്. ഒന്നാം തരം കുട്ടികള് വർഷങ്ങളായി മതപാഠശാലയിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ കുട്ടികളുടെ മുഖത്ത് ജീവൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇവരാണ് നമ്മുടെ നാടിൻ്റെ നാളത്തെ സമ്പത്ത്. അതും നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ച് കല്യാണം കഴിക്കാതെ ലിവ് ഇൻ റിലേഷന് പോകാനും വിവാഹം കഴിച്ച് 6 മാസം കഴിയുന്നതിന് മുമ്പ് വിവാഹമോചനത്തിന് കുടുംബ കോടതി കയറാനുമാണോ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ചേണ്ടിയിരിക്കുന്നു. ആചാരവും അമ്പലവും അമ്മയും അറിവും നമശിവായും കൂട്ടായ്മയും ഒക്കെ നിഷേധിക്കപ്പെടുമ്പോഴാണ് നേരത്തെ പറഞ്ഞ ആ വാക്ക് തമസോമ ജ്യോതിർഗമയ എന്ന് നമ്മൾ പറയേണ്ടി വരിക. പറഞ്ഞത് വിഷമമുള്ള കാര്യങ്ങളാണ്, പക്ഷേ പറയേണ്ടി വരികയാണ്. നമ്മൾ ഇനി മതപാഠശാലയിൽ എന്ത് പഠിപ്പിക്കണം? ശ്ലോകം പഠിപ്പിച്ചാൽ മതിയോ? കുറെ ശ്ലോകം ബൈഹാർട്ട് പഠിപ്പിച്ചാൽ മതിയോ? അങ്ങനെയാണെങ്കിൽ നിമിഷ ഫാത്തിമ ആവില്ലായിരുന്നു. കാരണം ഗീത ചൊല്ലിയിട്ട് ഫസ്റ്റ് മേടിച്ചതാണ് അത്ര ചിന്മയ സ്കൂളിൽ. അപ്പൊ അവിടെ എന്ത് വേണം? ഗീത പഠിപ്പിക്കണം, തീർച്ചയായും പഠിപ്പിക്കണം. ശ്ലോകം പഠിപ്പിക്കണം, പുരാണം ഇത് പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ അന്തസ്സത്ത, വാക്കിന്റെ അർത്ഥമല്ല ഞാൻ പറയണത്. അത് പഠിക്കാറായിട്ടില്ല അവർക്ക്, ഫിലോസഫി പഠിക്കാറായിട്ടില്ല. അവർക്ക് അതിന്റെ പശ്ചാത്തലം പറഞ്ഞു കൊടുക്കണം, അതിന്റെ സാഹചര്യം പറഞ്ഞു കൊടുക്കണം, അതിന്റെ പിന്നിലുള്ള കഥകൾ പറഞ്ഞു കൊടുക്കണം. അവിടുത്തെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ, ആ കുടുംബത്തിന്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു മഹാഭാരതം, ആ മഹാഭാരതത്തിലെ കഥകളും ഉപകഥകളും. അവിടെ വ്യാസൻ നമുക്ക് എന്ത് സന്ദേശം തരുന്നു? നീണ്ടുകിടക്കുന്ന ഭാവിയിലേക്ക് ഈ ഭാരതം നീങ്ങിപ്പോകുമ്പോൾ ആ ഭാരതത്തിന് കാലാകാലങ്ങളിൽ സ്വാംശീകരിക്കാനുള്ള എന്തൊക്കെ സന്ദേശങ്ങളാണ്, എന്തൊക്കെ മധുര പാഠങ്ങളാണ്, എന്തൊക്കെ കുടുംബ സന്ദേശങ്ങളാണ്, എന്തൊക്കെ വ്യക്തിത്വ ഗീതകളാണ് ആ വ്യാസ മഹർഷി കൊടുത്തത് എന്ന് ഈ ഗീത പഠിപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ പഠിപ്പിക്കാൻ കഴിയണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു യോഗ ക്ലാസ് നിങ്ങൾ വെക്കൂ. നിങ്ങളൊരു നാട്ടിൻപുറത്ത് യോഗ ക്ലാസ് വെക്കൂ. സ്ത്രീകളായിട്ടുള്ള യോഗ ഇൻസ്ട്രക്ടേഴ്സിനെ അവിടെ വെക്കൂ. നാട്ടിൻപുറത്ത് ഒരു വീട്ടിൽ 15-20 അമ്മമാര് വരട്ടെ. അവർക്ക് യോഗ ക്ലാസ് കൊടുക്കുമ്പോൾ ഒരു ദിവസം യോഗ തുടങ്ങട്ടെ. അടുത്ത ക്ലാസ്സിൽ പതഞ്ജലി മഹർഷിയെ കുറിച്ച് പറയട്ടെ. അത് കഴിഞ്ഞ് അതിന്റെ അടുത്ത ക്ലാസ്സില് ഭാരതത്തിന്റെ ഋഷി പരമ്പരയെ കുറിച്ച്, അടുത്ത ക്ലാസ്സില് നമ്മുടെ സംസ്കാരത്തെ കുറിച്ച്, അങ്ങനെ എന്തൊക്കെ നമ്മുടെ അമ്മമാർ അറിയണോ, പെൺകുട്ടികൾ അറിയണോ, അതിനെക്കുറിച്ച് പറയാൻ പെൺകുട്ടികളായ യോഗ ടീച്ചേഴ്സ് വരട്ടെ. എന്തുമാത്രം മാറ്റം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ അവരറിയാതെ യോഗ പഠിക്കുന്നതിലൂടെ അവര് സംസ്കാരം പഠിക്കും. മതപാഠശാല പഠിക്കുന്നതിലൂടെ അവര് ശ്ലോകം ചൊല്ലാൻ മാത്രമല്ല, കഥ പറയാൻ മാത്രമല്ല, കഥ മനസ്സിലാക്കാനും കൂടി പഠിക്കും. സർവോപരി അവരെ പഠിപ്പിക്കൂ വർത്തമാനം പറയാൻ, സൊറയ്ക്കാനല്ല, പ്രസംഗിക്കാൻ പഠിപ്പിക്കൂ, ചിന്തിക്കാൻ പഠിപ്പിക്കൂ. ഒരു വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ അവരെ പഠിപ്പിക്കൂ. എത്ര പേര് ഹിന്ദുക്കളുടെ ഇടയിൽ നിന്ന് പ്രസംഗിക്കാൻ കഴിയുന്നവരുണ്ട്? മറ്റു വിഭാഗങ്ങളെ നോക്കൂ നിങ്ങൾ. അഖില കേരള പ്രസംഗ മത്സരത്തിൽ ആരാണ് ഷൈൻ ചെയ്യണത്? എന്തുകൊണ്ട് നമ്മുടെ കുട്ടികളെ നമ്മൾ ട്യൂഷന് പറഞ്ഞയക്കുമ്പോൾ അവരുടെ വ്യക്തിത്വം വികസിപ്പിക്കുന്നില്ല? പത്രം വായിപ്പിച്ച് പോയിന്റ്സ് എഴുതാൻ പറയുന്നില്ല, പുസ്തകം വായിച്ച് പോയിന്റ്സ് എഴുതാനും പറയാനും അതിന് സാധിക്കണം നമുക്ക്. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമ്മുടെ വിദ്യാഭ്യാസം പൂർണ്ണമാകൂ, വ്യക്തിത്വ വികസനം വരൂ. ആ പ്രസംഗം പഠിപ്പിക്കുമ്പോൾ, ആ ചിന്ത പഠിപ്പിക്കുമ്പോൾ അതിൽ നമ്മുടെ പൗരാണികതയെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അത് ഉദാഹരിച്ചുകൊണ്ട്, അത് വിശകലനം ചെയ്തുകൊണ്ട് പറയാൻ ചില സിറ്റുവേഷൻ, ചില സന്ദർഭങ്ങൾ, ചില കഥാമുത്തുകൾ അതിനും കൂടി നമുക്ക് സാധിക്കണം. സ്ത്രീകളെ മനസ്സിലാക്കാൻ പഠിപ്പിക്കണം.
സമൂഹത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ പ്രശ്നം സ്ത്രീകളെ ഇകഴ്ത്തി കാണുന്നതാണ്. അതിന്റെ ഒരു കാരണം സ്ത്രീകൾ തന്നെയാണ്. ഞാൻ പലപ്പോഴും ഇവിടെയും പറഞ്ഞിട്ടുണ്ട്, സ്ത്രീ പീഡനം 2 തരത്തിലാണ്. ഒന്ന് സ്ത്രീയെ പീഡിപ്പിക്കല്, ഒന്ന് സ്ത്രീ കൊടുക്കുന്ന പീഡനം. ഏറ്റവും കൂടുതൽ സ്ത്രീയും ഭാഷയും പ്രകൃതിയുമാണ് ഇന്ന് മോശമായി കൈകാര്യം ചെയ്യപ്പെടുന്നത്. അതിനൊരു കാരണം സ്ത്രീയാണ്. ഏറ്റവും വികൃതമായ രീതിയിൽ സ്ത്രൈണത കാണിച്ചുകൊണ്ട് പ്രകോപിപ്പിച്ചും പ്രലോഭിപ്പിച്ചും പരസ്യങ്ങളായി മാറുന്ന ചിത്രങ്ങൾ, സിനിമകളായാലും എന്തു തന്നെയായാലും പരസ്യങ്ങളായാലും നമ്മൾ സ്ത്രീകളെ അപ്പൊ കാശിനു വേണ്ടി എന്തും ചെയ്യും. അവിടെയാണ് ഹിരണ്യായ നമ. പൈസയ്ക്ക് വേണ്ടിയാണോ ജീവിക്കേണ്ടത്, മൂല്യത്തിന് വേണ്ടിയാണോ ജീവിക്കേണ്ടത് എന്നൊരു പെൺകുട്ടി തീരുമാനിക്കണമെങ്കിൽ ആ പെൺകുട്ടിക്ക് മൂല്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാക്കണം. അത് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. മൂല്യത്തെക്കുറിച്ചുള്ള അറിവ് കൊടുത്താലേ മൂല്യം എന്താണെന്ന് കുട്ടി ചിന്തിക്കൂ. ഞാൻ ചെയ്യുന്നത് തെറ്റോ ശരിയോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു വകതിരിവിലേക്ക് ആ കുട്ടിയുടെ ബുദ്ധി നടക്കണമെങ്കിൽ, ആ കുട്ടിയുടെ മനസ്സ് ചരിക്കണമെങ്കിൽ ആ കുട്ടിക്ക് മൂല്യബോധം വേണം, ധർമ്മബോധം വേണം. പണ്ട് എൻ്റെ അറിയുന്ന ഒരു പ്രൊഫസർ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ദേവി എന്നാണ്. മൈ ഡിയർ ദേവി എന്ന് എഴുതിയിട്ട് അദ്ദേഹം ഇംഗ്ലീഷിൽ ഒരു കത്ത് എഴുതി കമ്പ്യൂട്ടറിൽ അടിക്കുകയാണ്. അത് കഴിഞ്ഞ് സ്പെല്ലിങ് ചെക്ക് ചെയ്യാൻ കമ്പ്യൂട്ടറിന് ഇട്ട് കൊടുത്തു. സ്പെല്ലിങ് ചെക്ക് ചെയ്യാൻ. അപ്പോൾ ഈ സ്പെല്ലിങ് തെറ്റുള്ളതിൻ്റെ അടിയിൽ ചുവന്ന വര വരും. അതിന് പകരം ഈ വാക്കോ എന്നൊക്കെ കമ്പ്യൂട്ടർ പറഞ്ഞു തരും. അപ്പം മൈ ഡിയർ ദേവി എന്ന് എഴുതുമ്പോൾ ആദ്യം തന്നെ ഒരൊറ്റ വരയാണ് കമ്പ്യൂട്ടർ ദേവി എന്നുള്ള വാക്കിൻ്റെ അടിയിൽ. ഇംഗ്ലീഷാണല്ലോ കമ്പ്യൂട്ടറിൻ്റെ ഭാഷ. അപ്പോൾ കമ്പ്യൂട്ടർ പറയുകയാണ്, ഈ വാക്കില്ല, ഇങ്ങനെ ഒരു വാക്കില്ല. പിന്നെ ഇതിന് പകരമുള്ള ഒരേ ഒരു വാക്ക് ഏതാണ്? DEVI അല്ല, DEVIL, ഡെവിൾ, ചെകുത്താൻ. ദേവി എന്ന വാക്കില്ല. ദേവിക്ക് പകരം വെക്കാൻ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഇംഗ്ലീഷിലുള്ള വാക്ക് എന്താണ്? ഡെവിൾ, ചെകുത്താൻ. അപ്പൊ സ്ത്രീ എന്തായി മാറി അവിടെ? ഈ ഇംഗ്ലീഷ് ഒരു സംസ്കാരമാണ്, ഭാഷ ഒരു സംസ്കാരമാണ്. ഭാഷയാണ് സംസ്കാരത്തിന്റെ മുഖമുദ്ര. ഒരു സംസ്കാരം പ്രകടീകരിക്കപ്പെടുന്നത് ഭാഷയിലൂടെയാണെങ്കിൽ ആ ഭാഷയിൽ ദേവിയില്ല, ഡെവിളുണ്ട്. അപ്പോൾ ഒരു ചെകുത്താന്റെ മുഖമാണോ നമ്മുടെ സ്ത്രീക്ക് വേണ്ടത്? ഇന്ന് നമ്മൾ കാണുന്നത് നമ്മുടെ നാട്ടിലെ ദേവിമാര് DEVI ദേവിയിൽ നിന്ന് DEVIL ഡെവിൾ എന്നതിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞിയിൽ നിന്ന് സ്ത്രീയിലേക്ക് താഴെ പെണ്ണിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ പെണ്ണിന്റെ മനസ്സിന്റെ മാറ്റങ്ങൾ കളങ്കിതമാകുമ്പോൾ അത് ചെകുത്താന്റെ മനസ്സായിട്ട് പൈശാചികത നിറയുന്ന രീതിയിലേക്ക് എത്തുകയാണ്. അപ്പോഴാണ് മൂല്യം കൊടുക്കാത്ത നമ്മൾ, മൂല്യം കൊടുക്കാൻ മറന്നുപോയ നമ്മൾ സങ്കടത്തോടെ പറയേണ്ടി വരുന്നത് തമസോമ ജ്യോതിർഗമയ. ശിവശക്തി സങ്കല്പം നമുക്കുണ്ടായിരുന്നു. സ്ത്രീയും പുരുഷനും എന്നത് 2 അല്ല 1 ആണെന്ന സങ്കല്പം. ആ ഒരുമ ഒന്നും ചേർന്നാൽ ഉമ്മണി വലിയ 1 എന്ന് പറയുന്ന ഒരു സങ്കല്പം നമുക്കുണ്ടായിരുന്നു. ഇന്ന് ആ സങ്കല്പം എവിടെ പോയി? സ്ത്രീത്വം, സ്ത്രീ സ്വാതന്ത്ര്യം വന്നു കഴിഞ്ഞപ്പോൾ സ്ത്രീ വേറെ പുരുഷൻ വേറെ. അതോടൊപ്പം ചേർത്ത് വെക്കേണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട ഭാഷകളും. ഭാഷ സംസ്കാരമാണ്. ഒരു സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്നത് ഭാഷയാണ്. ഇന്ന് ഉപയോഗിക്കുന്ന വാക്കുകൾ ട്രോളി, ചർച്ചിച്ചു, ഈ അടുത്ത കാലത്ത് ഫേസ്ബുക്കിൽ കണ്ടതാണ്. ഫെമിനിസ്റ്റ് അല്ല, ഫെമിനിച്ചി. എഴുത്തമ്മ, ഫെമിനിച്ചി. ഇത് പറയുമ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വരില്ലേ? കർക്കിച്ച് തുപ്പന്ന രീതിയിലാണ് ചർച്ച ചെയ്യൽ ചർച്ചിക്കലായി മാറിയപ്പോൾ ട്രോൾ ചെയ്യൽ ട്രോളി എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷും ഇല്ല, മലയാളവും ഇല്ല, അർത്ഥവും ഇല്ല, അനർത്ഥം ഉണ്ട് താനും. ഈ രീതിയിലേക്ക് ഭാഷ എന്താണ്? അക്ഷരങ്ങളുടെ പ്രവാഹമാണ് ഭാഷ. അക്ഷരം ഈശ്വരനാണ്. ഈശ്വരനെ ചെകുത്താനാക്കി മാറ്റിക്കൊണ്ട് ഭാഷയെ നിന്ദിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ യുവ സമൂഹം മുന്നോട്ട് പോകും. അതിനെയാണ് പുരോഗമനം എന്ന് പറയുന്നതെങ്കിൽ ആ പുരോഗമനം വേണമോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കണം. അത് വേണ്ട എങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ മാ നിഷാദ പറഞ്ഞു വളർത്തണം, തമസോ മാ പറഞ്ഞു വളർത്തണം. അതിന് നമുക്ക് സാധിക്കൂ. ഭാഷ എന്തുമാത്രം വൈകൃതമായി എന്ന് സ്ത്രീ സമൂഹത്തില് ഇനി പെണ്ണുങ്ങളുടെ വാക്ക് കേൾക്കാം. ഇനി പെണ്ണുങ്ങളാണ് വർത്തമാനം പറയുന്നത്, ആണുങ്ങൾ പറഞ്ഞത് മതി എന്ന് ഇവിടുത്തെ ഫെമിനിസ്റ്റുകൾ പറയുമ്പോ നേരത്തെ പറഞ്ഞ ശിവശക്തി എവിടെ പോയി? പകരം ആണും വേറെ പെണ്ണ് വേറെ. ആണിന്റെ ശത്രുവായി പെണ്ണിനെ കാണുകയും സ്ത്രീ പുരുഷ സമത്വത്തിനും സമന്വയത്തിനും പകരം സ്പർദ്ധയിലേക്ക് സമൂഹത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യാണ്. ജാതീയമായ സ്പർദ്ധ, രാഷ്ട്രീയമായ സ്പർദ്ധ, മതപരമായ സ്പർദ്ധ, ഇപ്പോൾ ലിംഗപരമായ അസമത്വം ഉണ്ട് എന്ന് ഊന്നി കള്ളം പറഞ്ഞുകൊണ്ട്
ആ അസമത്വത്തിന്റെ പേരിലുള്ള സ്പർദ്ധ, ഇതാണോ നമ്മുടെ നാടിനെ മുന്നോട്ട് നയിക്കാൻ ശ്രമിക്കുന്നത്? ഇതാണോ നമുക്ക് വേണ്ടത്? അവിടെയാണ് ഞാൻ പറയുന്നത്, അരാജകത്വത്തിലേക്ക് പോകുന്ന രാഷ്ട്രത്തിനെ അരാജകത്വത്തിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ സംസ്കാരത്തിന്റെ ആ പനിനീര് തളിച്ചേ പറ്റൂ. നമ്മുടെ കുട്ടികൾക്ക് പണ്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിരുന്നത് വിനയമായിരുന്നു, മേല് കീഴായിരുന്നു, അധ്യാപകരെയും മുതിർന്നവരെയും ബഹുമാനിക്കാനായിരുന്നു. ഇന്ന് അധ്യാപകരെ ചോദ്യം ചെയ്യാനും അധ്യാപകൻ തങ്ങളുടെ ഇഷ്ടത്തിന് എതിര് നിൽക്കുകയാണെങ്കിൽ പിരിഞ്ഞു പോകുമ്പോൾ കുഴിമാടം വെക്കാൻ നമ്മൾ പഠിപ്പിച്ചു, കസേര കത്തിക്കാൻ നമ്മൾ പഠിപ്പിച്ചു. ഇതാണോ നമുക്ക് വേണ്ടത്? ഇതാണോ? സ്വന്തം കുഞ്ഞുങ്ങളെ നടു റോട്ടിൽ ചിമ്പിക്കാൻ വിടുന്ന അമ്മമാരെ കുറിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? പണ്ട് കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി വ്രതം നോറ്റിരുന്ന അതിഥിയുടെ കഥ നമ്മൾ ഇവിടെ കേട്ടുകാണാം ഈ വേദിയിൽ. വ്രതം നോറ്റ പയോവ്രതം നോറ്റ അതിഥിയുടെ, ഇന്ന് കുട്ടികൾ വേണ്ട എന്ന് പറയുന്ന വ്രതം നോൽക്കുന്ന ദമ്പതിമാരെ കുറിച്ച് നമ്മൾ എന്ത് പറയും? അപ്പോൾ പ്രകൃതിക്കെതിരെ നീങ്ങാണ്. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുന എന്ന് പറഞ്ഞ് പരസ്പരം ഭാവയന്ത എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് പ്രകൃതിയെ ദൈവമായി കണ്ട, പ്രകൃതിയെ പൂജിച്ച, പ്രകൃതിയെ വണങ്ങുന്നതിലൂടെ പ്രകൃതി നമ്മളെയും തിരിച്ചും വണങ്ങും, തിരിച്ചും അനുഗ്രഹിക്കും എന്ന് വിശ്വസിച്ച ഒരു കാലഘട്ടത്തിൽ നിന്ന് മലയോരങ്ങളും കടലോരങ്ങളും കായലുകളും സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന അഴിമതിയുടെ, ദുരാചാരത്തിന്റെ, സ്വാർത്ഥതയുടെ പങ്കിലതയിലേക്ക് നമ്മുടെ സമൂഹം പോകുന്നു. അതിനെ പിന്തുണയ്ക്കുന്ന രീതിയിലേക്ക് സമൂഹം മാറുമ്പോൾ വളരുന്ന കുഞ്ഞുങ്ങളും വിചാരിക്കുന്നത് എന്താണ്? പണമില്ലാത്തവൻ പിണം. ഇതല്ല നമ്മൾ പഠിച്ചത്. എൻ്റെ നാട്ടുകാരനായ പാക്കനാര് പറഞ്ഞത് പണം ആളെ കൊല്ലിയാണ്, വിരലറ്റം കൊണ്ട് കരാഗ്രം കൊണ്ട് എടുക്കുന്ന അത്രയും സമ്പത്തേ നമുക്ക് പാടുള്ളൂ. എന്താണ് ഇന്നത്തെ അറിവ്? എന്താണ് അറിവുള്ളത്? ഇതിലൊരു തമാശ എവിടെയോ വായിച്ചു. ഒരു ആട്ടിടയൻ, വിദേശത്തുള്ള ഏതൊരു തമാശയാണ്. ഒരാട്ടിടയൻ ഇങ്ങനെ ആടുകളെ മേച്ചുകൊണ്ട് നടക്കുകയാണ്. ഈ ആടുകളെ മേയ്ക്കുമ്പോൾ ആടുകളെ നോക്കാനും കൂട്ടി ചേർക്കാനുമായിട്ട് ഒരു നായുണ്ട്, ഒരു ഷീപ്പ് ഡോഗ്, ഒരു നായി ഉണ്ട് അയാളുടെ കൂടെ. അപ്പോൾ അയാളിങ്ങനെ നടക്കുമ്പോൾ ഒരു ടെക്നോളജി സാങ്കേതിക വിദഗ്ധനായ ഒരു IT-കാരൻ ചെറുപ്പക്കാരൻ വലിയ ഒരു കാറിൽ കൂളിംഗ് ഗ്ലാസും റൈബൻ കൂളിംഗ് ഗ്ലാസും ഒക്കെ വെച്ച് ടക്ക് 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 എന്ന് പറഞ്ഞാൽ അവിടെ വണ്ടി നിർത്തിയിട്ട് അവിടെ വന്നു. എന്നിട്ട് ഈ ഇടയനോട്, ഞാൻ വലിയ ആളാണ് എനിക്കൊക്കെ അറിയാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ പാവം ഇടയനോട് ചോദിച്ചു, നിങ്ങളുടെ ഈ ആടുകളുടെ കൂട്ടത്തിൽ എത്ര ആടുകളുണ്ട് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അതിലത്തെ ഒരാടിനെ എനിക്ക് നിങ്ങൾ തരുമോ ചോദിച്ചു. ഇടയൻ പറഞ്ഞു ശരി. ഇയാൾ കാറ് നിർത്തി, കമ്പ്യൂട്ടർ എടുത്തു, തുറന്നു, ഡാറ്റാബേസ് തുറന്നു, നാസയുടെ സൈറ്റിൽ പോയി കുറേ കണക്കുകൾ എടുത്തു, കുറേ കുത്തി വരച്ചു, എല്ലാം കഴിഞ്ഞു. ഒരു 150 പേജ് റിപ്പോർട്ട് കിട്ടി ഇയാൾക്ക്. കണക്കും അൽഗോരിതമൊക്കെ കഴിഞ്ഞ് 150 പേജുള്ള റിപ്പോർട്ട് കിട്ടിയിട്ട് അയാൾ ഇതൊക്കെ നോക്കിയിട്ട് ഇടയനോട് പറഞ്ഞു അത്രേ, 1586 ആടുകളുണ്ട് നിങ്ങളുടെ ഗ്രൂപ്പിലെന്ന്. ശരിയല്ലേ ചോദിച്ചു. ഇടയൻ പറഞ്ഞു ശരിയാണ്. ആടിനെ എടുത്തോളാനും പറഞ്ഞു, എടുത്തു. അപ്പോൾ ഇടയൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ ജോലി എന്താണെന്ന് ഞാനൊന്ന് പറയട്ടെ ചോദിച്ചു. എനിക്ക് അറിയില്ല, പക്ഷെ നിങ്ങളുടെ ജോലി അത് പറഞ്ഞാൽ നിങ്ങൾ എടുത്ത ആടിനെ എനിക്ക് തിരിച്ചു തരുമോ ചോദിച്ചു. ശരി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇടയൻ പറഞ്ഞു നിങ്ങളൊരു കൺസൾട്ടൻ്റ് ആണ്, IT കൺസൾട്ടൻ്റ് ആണാ പറഞ്ഞു. അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി എത്ര കറക്റ്റായിട്ടാ പറഞ്ഞു. അപ്പോൾ ഈ ഇടയൻ പറഞ്ഞു, ഒന്ന്, നിങ്ങളെ ഞാൻ വിളിക്കാണ്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്ന് സഹായിക്കാൻ വന്നു. എനിക്കറിയാവുന്നൊരു കണക്കാണ് എൻ്റെ 1586 ആടുണ്ടെന്ന്. അത് ഞാൻ ചോദിക്കാതെ നിങ്ങൾ എനിക്ക് കണക്ക് കൂട്ടി പറഞ്ഞത്. എനിക്കത് നിങ്ങൾ പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ല, എനിക്കറിയാം. അപ്പം ആവശ്യമില്ലാത്ത കാര്യമാണ് നിങ്ങൾ പറഞ്ഞത്. ഇനി ഇതൊന്നുമല്ല, നിങ്ങളിപ്പോൾ ഈ എടുത്തത് എൻ്റെ ആടിനെ നോക്കണ നായേനെയാണ്. അപ്പം ആടിനെയും നായേനെയും തിരിച്ചറിയാത്ത ടെക്നോളജിയുടെ അറിവാണ് നമുക്കുള്ളത്. ആടിനെടുത്തോളാനാ പറഞ്ഞത്, പക്ഷെ എടുത്തത് എന്തിനാ? ഈ ആട്ടിന്റെ കൂട്ടത്തിൽ നിന്ന് ആദ്യം കണ്ട ആടിനെ അയാൾ എടുത്തത് എന്തായിരുന്നു? ആ ആടിനെയൊക്കെ മേയ്ക്കുന്ന ഒരു നായയായിരുന്നു. അപ്പൊ ആടിനെയും പട്ടീനെയും തിരിച്ചറിയില്ല നമ്മൾ പറയൂല്ലേ, ആടിനെയും പട്ടിയാക്കാന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ആടിനെയും പട്ടീനെയും തിരിച്ചറിയാത്ത അറിവാണോ നമുക്ക് വേണ്ടത്? എന്താണ് അറിവ് എന്ന് നമുക്ക്, എന്താണ് അറിവ്? യഥാർത്ഥമായ അറിവ് അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതം. ആ അമൃതത്വമാണ്, ഈശ്വരനാണ് അറിവ്. കാരണം അത് പൂർണ്ണതയാണ്, സമ്പൂർണ്ണതയാണ്. അവിടേക്ക് നമ്മൾ എത്തുന്നുണ്ടോ? അതാണോ? പണ്ട് ഏതൊരാളിങ്ങനെ എല്ലാ സ്ഥലത്തും ഡോക്ടറോട് പറയും ഒക്കെ വേദന, എവിടെ തൊട്ടാലും വേദന, ഞാൻ ഇവിടെ തൊട്ടാ വേദന, ഇവിടെ തൊട്ട വേദന, ഇവിടെ തൊട്ട എവിടെ തൊട്ടാലും വേദനയാണ്. എന്താ മനസ്സിലാവണില്ല. അവസാനം അയാളുടെ കൈ കൊണ്ട് പിടിച്ചു, നിങ്ങൾക്ക് വേദനയാണല്ലേ, നിങ്ങളുടെ ശരീരത്തിലല്ല വേദന, നിങ്ങളുടെ വിരലിമ്പില് ഫ്രാക്ചർ ഉണ്ട്, അതുകൊണ്ട് അതാണ് നിങ്ങളുടെ വേദന. അപ്പൊ ഇതാണ് സംഭവിക്കുന്നത്.
അപ്പൊ അങ്ങനെ അറിയാത്ത കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ് നമ്മൾ വേണ്ടത്. അതുകൊണ്ട് മതപാഠശാല സംസ്കാരം പഠിപ്പിക്കുക, നമ്മുടെ മുദ്രാവാക്യങ്ങൾ, ഈ 3 വരികളുള്ള മുദ്രാവാക്യങ്ങൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് ദേശീയതയിൽ അഭിമാനിക്കാൻ, സംസ്കാരത്തിൽ അഭിമാനിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. അവരുടെ നമ്മുടെ അറിവുകൾ നമ്മുടെ നെഞ്ചിന്റെ പാലാഴിയാക്കി മാറ്റിക്കൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുക. അറിയാതെ വളരരുത്, അവര് അറിഞ്ഞുകൊണ്ട് വളരണം. അറിവ് അവർക്ക് പകർന്നു കൊടുക്കണം. പകർന്നു കൊടുക്കാൻ നമ്മൾ അറിയണം. നമ്മൾ അറിഞ്ഞ അറിവ് അവർക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കണം. ഒരൊറ്റ കാര്യം, ദോലായമാനം ഗോവിന്ദം മഞ്ചസ്ഥം മധുസൂദനം രഥസ്ഥം കേശവം ദൃഷ്ട്വാ പുനർജന്മ ന വിദ്യതേ എന്നാണ്. കോൺസെൻട്രേഷൻ, ഏകാഗ്രത, ഈശ്വരനും നമ്മളും കൂടിയുള്ള ബന്ധം. ദോലായമാനം ഗോവിന്ദം എന്ന് വെച്ചാൽ ഈശ്വരനെ ഇങ്ങനെ ഈ ഊഞ്ഞാലിൽ ആടുന്ന രീതിയിലുള്ള ഈശ്വരന്റെ അടുത്ത് നമ്മൾ പോയിട്ടില്ലേ, ഈ ആട്ടുമല്ലോ, ഊഞ്ഞാലാട്ടുന്ന ഒരു സമ്പ്രദായമുണ്ട്, ഭഗവാന്റെ ഊഞ്ഞാലാട്ടം. അവിടെ പോയിട്ട് നമ്മൾ കാണും ദോലായമാനം ഗോവിന്ദം. അപ്പോൾ ഇത് ആടുന്നതോടുകൂടി നമ്മളുടെ മനസ്സും ഇങ്ങനെ ആടുകയാണ്, ഭഗവാൻ ഉണ്ടോ ഇല്ല, ഭക്തി ഉണ്ടോ ഇല്ല. അത് കഴിഞ്ഞ് നമ്മൾ മഞ്ചസ്ഥം മഞ്ചത്തിൽ ഇരിക്കണ ഫിക്സഡ് ആയിട്ടുള്ള ഒരു പ്രതിഷ്ഠ, അവിടെ പോയി തൊഴുകയാണ്. അപ്പം നമുക്ക് അവിടെ നല്ല കോൺസെൻട്രേഷനാണ്. ഗുരുവായൂർ പോയാൽ ഗുരുവായൂരപ്പനെ, കൃഷ്ണ ഗുരുവായൂർ. പക്ഷെ അതെന്ത് വേണം? ഗുരുവായൂർ പോകണം. രഥസ്ഥം കേശവം, ഈ ഈശ്വരൻ രഥത്തിലാണെങ്കിലോ രഥം വലിക്കുക ചെയ്യുക, നമ്മൾ വലിക്കുക ചെയ്യുക. അപ്പം നമ്മൾ വലിക്കുന്ന നമ്മുടെ കൂടെ ഈശ്വരൻ വരും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ, ഈശ്വരൻ നമ്മോട് കൂടെ ഉണ്ടായാൽ പിന്നെ പുനർജന്മയില്ല. കാരണം നമ്മളും ഈശ്വരനും ഒന്നായി മാറും. രഥസ്ഥം കേശവം ദൃഷ്ട്വാ പുനർജന്മ വിദ്യതേ. ഇതാണ് ഭാരതത്തിന്റെ താല്പര്യം. ആധ്യാത്മികതയിൽ മനസ്സുറച്ചാൽ ആധ്യാത്മികത നമ്മോട് കൂടെ വരും, നമ്മളെ തിരുത്തും, നമുക്ക് അറിവ് പകരും, നമ്മളെ തമസിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ആ സൂര്യപ്രഭയിൽ സാവിത്രിയുടെ ശോഭ പോലെ, ഹരിശ്ചന്ദ്രന്റെ സത്യത്തിന്റെ ശോഭ പോലെ, സത്യൻ സൂര്യനാണെങ്കിൽ ആ സൂര്യപ്രകാശത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടുമ്പോൾ അത് സ്വാതന്ത്ര്യമാണ്, അത് സ്വർഗമാണ്, അത് സംസ്കാരത്തിന്റെ സ്വർഗമാണ്. അവിടേക്ക് എൻ്റെ നാട് ഉണരണമേ എന്ന് പറഞ്ഞ ടാഗോറിനെ പോലെ എൻ്റെ നാട്, എൻ്റെ കുടുംബം, എൻ്റെ രാഷ്ട്രം, വരാനിരിക്കുന്ന നമ്മുടെ തലമുറകൾ, അവര് സംസ്കാരത്തിന്റെ സ്വാതന്ത്ര്യം ആസ്വദിച്ച് വളരാനുള്ള ഒരന്തരീക്ഷം ഭഗവാനെ ഉണ്ടാക്കി തരണേ. അതിനുവേണ്ട പ്രയത്നത്തിൽ ഏർപ്പെടാൻ നമുക്ക് സാധിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഈശ്വരന്റെ പാദാരവിന്ദങ്ങളിലും ആ ഈശ്വരീയത നിറഞ്ഞു നിൽക്കുന്ന നിങ്ങളുടെ മുന്നിലും വിനയത്തോടെ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഹിന്ദു ധർമ്മയ്ക്ക് ജയ്.